ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോഴിക്കോട് കോടഞ്ചേരി പ്രദേശങ്ങളിലെ വിശ്വാസികൾ നടത്തുന്ന ഈ ക്രിസ്തീയ ക്യാമ്പിലേക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. സംഘാടകരോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എനിക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ക്രിസ്തീയ ബന്ധങ്ങൾ എന്നുള്ളതാണ്. എന്തുകൊണ്ട് വിശ്വാസികൾക്ക് തമ്മിൽ ഭിന്നതകളുണ്ടാകുന്നു, എന്തുകൊണ്ട് അന്യോന്യം സ്നേഹത്തിൽ വർത്തിക്കുവാൻ കഴിയുന്നില്ല, എന്താണ് പരിഹാരമാർഗം മുതലായ വിഷയങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ, ഇത് വലിയൊരു വിഷയമാണ്. ക്രിസ്തീയ ബന്ധങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ് വിശുദ്ധ ബൈബിളിൻ്റെ തന്നെ അതിപ്രധാനമായിരിക്കുന്ന ഒരു പ്രതിപാദ്യ വിഷയം. ദൈവവുമായുള്ള ബന്ധവും തമ്മിലുള്ള ബന്ധവും. അതിൽ തമ്മിലുള്ള ബന്ധത്തിന് വളരെയധികം പ്രാധാന്യമാണ് വിശുദ്ധ ബൈബിളിൽ നൽകിയിട്ടുള്ളത്. ധാരാളം കാര്യങ്ങൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു മണിക്കൂറിനുള്ളിൽ അത് സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന ഒരു ദൗത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയാലും ദൈവാത്മാവിൻ്റെ സഹായത്താലും ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാഗ്രഹിക്കട്ടെ. മനുഷ്യൻ ബന്ധമുള്ളവരാണ്. മനുഷ്യനെപ്പറ്റി പറയുന്നത് സാമൂഹിക അസ്തിത്വമുള്ളവരാണെന്നാണ്. മറ്റ് ജീവികൾക്ക് വളരെ കുറഞ്ഞ ബന്ധമേ ഉള്ളൂ. ഇതിനെ ബന്ധമെന്ന് പറയാനായിട്ട് സാധ്യമല്ല. ഒരു പശുവിനെ മാത്രം നാം വാങ്ങിക്കൊണ്ട് ഒരു തൊഴുത്തിൽ കെട്ടി അതിന് തീറ്റയും വെള്ളവും ആവശ്യമായ മറ്റ് പരിചരണങ്ങളും കൊടുത്താൽ ഒരു പരാതിയും അതിനില്ല. മാനസികാഘാതങ്ങളൊന്നും ഉണ്ടാവില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു പശുവിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം നമുക്ക് ലഭിച്ചെന്ന് വരും. എന്നാൽ ഒരു മനുഷ്യനെ മാത്രം കൊണ്ടുവന്ന് ഒരു മുറിയിലിട്ട് പൂട്ടി അവൻ ആഹാരവും വെള്ളവും കാലാകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നാലും അവനൊരു മാനസിക രോഗിയായി മാറാനുള്ള സാധ്യത വളരെയധികമാണ്. കാരണം മനുഷ്യൻ സാമൂഹിക അസ്തിത്വമുള്ളവനാണ്. അവൻ ഏകാന്തതയിൽ വസിക്കുവാൻ തക്കവണ്ണം അവനെ ഇഷ്ടപ്പെടുന്നതല്ല. സർവശക്തനും സർവജ്ഞാനിയും സർവസാന്നിധ്യമുള്ളവരുമായ ദൈവം പോലും സാമൂഹിക അസ്തിത്വമുള്ളവനാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അവരെ പരസ്പരമുള്ളതായിരിക്കുന്ന സൗഹാർദ്ദത്തിലും സൗഹൃദത്തിലും അതുപോലെ തന്നെ കൂട്ടായ്മയിലുമാണ് നിരന്തരം കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ ബന്ധനങ്ങളായി മാറുന്ന പല അവസ്ഥകളും സാഹചര്യങ്ങളും നമുക്കുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നതല്ല, നാമും ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ അതങ്ങനെ സംഭവിക്കുകയാണ്. അതിന് പല പല കാരണങ്ങൾ കാണും. ആ കാരണങ്ങളെല്ലാം വിശകലനം ചെയ്ത് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനായിട്ട് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 8-10 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വേണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും സമയം കൊണ്ട് തന്നെ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അല്പസമയം കൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അത് എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനമായി തീരുമെന്ന് എനിക്കറിയില്ല. കാരണം വലിയ വിഷയങ്ങൾ വളരെ ചുരുക്കി പറയുമ്പോൾ പല കാര്യങ്ങളും വിഴുങ്ങേണ്ടതായിട്ട് വരും. കേൾക്കുന്നവർക്കും പല കാര്യങ്ങൾ കൂട്ടി ചേർക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സംഭവിക്കാതെ ആവോളം വ്യക്തമായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതമാണ്. തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക, മക്കളെ ജനിപ്പിക്കുക, ഇത്രയൊന്നുമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് വ്യക്തമായ മൂല്യങ്ങൾ ഉള്ളതായിരിക്കുന്ന ഒരു ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും വളർച്ചയ്ക്കും സന്തോഷത്തിനും ഒഴിച്ചുകൂടാത്തതാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന മൂല്യങ്ങളും അങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധങ്ങളും. നിത്യമായവയ്ക്ക് താൽക്കാലികമായവയേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അത് എപ്പോൾ തിരിച്ചാകുന്നുവോ, അതായത് താൽക്കാലികമായവയ്ക്ക് നിത്യതയേക്കാൾ കൂടുതൽ പ്രാധാന്യം നാം നൽകുന്നുവോ, അപ്പോൾ നമുക്കറിയാം നമുക്ക് പ്രശ്നങ്ങൾ സ്വാഭാവികമായി തന്നെ ഉണ്ടാകുവാനായിട്ട് തുടങ്ങും. കാരണം നമ്മുടെ മൂല്യങ്ങൾ തെറ്റിപ്പോയി. അതുപോലെ നിത്യജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് നാം അധ്വാനിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നാം ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ അവിടെയും നമുക്ക് പ്രശ്നം വരും. കാരണം നാം നമ്മുടെ പ്രയോറിറ്റി വിട്ട്, നമ്മുടെ മൂല്യങ്ങൾ വിട്ടിട്ട് മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതത്തിൽ നിന്നും നാം മാറി സാഹചര്യത്തിനും വർത്തമാനകാലത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം വരുന്നു. അതുപോലെ തന്നെ ദൃശ്യമായതിനേക്കാൾ അദൃശ്യമായതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ദൈവം നമ്മെപ്പറ്റി പ്രതീക്ഷിക്കുന്നത്. 2 കൊരിന്ത്യർ 4:18 നാം ഇങ്ങനെ വായിക്കുന്നു: കാണുന്നതിനെയല്ല കാണാത്തതിനെ എത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. വിശ്വാസികളായ നാം ദൃശ്യമായ കാര്യങ്ങൾക്ക് വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കുകയും അദൃശ്യമായ മൂല്യങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് വളരെ സാധ്യത കുറവാണ്.
കാരണം കാണാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ പൊതുവെ യുദ്ധം ചെയ്യുകയില്ല, വഴക്കടിക്കുകയില്ല, കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗീയമായവയ്ക്ക് ഭൗതികമായവയേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുവാനാണ് ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ എന്ന കർത്താവ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറഞ്ഞു. നമുക്ക് പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത് ഈ ഭൂമിയിൽ നമ്മളെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കുന്നതും ഈ ഭൂമി വിലമതിക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുമാണ്. ആരെങ്കിലും വഴക്കുണ്ടാകാറുണ്ടോ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നതിനെ കുറിച്ച്? ഇല്ല, ഒരിക്കലുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാനായിട്ട് കഴിയുകയില്ല. മുൻപേ ദൈവരാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ തരാമെന്നാണ് കർത്താവ് നമ്മുടെ മത്തായി സുവിശേഷം 6:33 പറഞ്ഞത്. അപ്പോൾ നാം സ്വർഗീയമായവയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചിന്തിക്കുകയും അവിടെ നമ്മുടെ നിക്ഷേപങ്ങൾ വെക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് ശരീരത്തെ സംബന്ധിച്ച കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥമായ ക്രിസ്തു ജീവിതം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വാക്കിൽ പറഞ്ഞാൽ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുവാൻ കഴിയുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണല്ലോ പ്രശ്നങ്ങൾ പലതും എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാൻ വേണ്ടി എന്ന് പറയും, നമ്മുടെ തടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ബന്ധപ്പാടിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ളതായിരിക്കുന്ന തത്രപ്പാടിൽ ആരും തന്നെ വഴക്ക് കെട്ടാറില്ല, അതേക്കുറിച്ച് ആരും ചിന്തിക്കാറുമില്ല. അതുകൊണ്ട് ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദേഹിയേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് മറ്റുള്ള വിശ്വാസിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് ഒരു മുൻഗണനാ ജീവിതമാണ്. അനേക കാര്യങ്ങൾ ചെയ്യാൻ കടപ്പെട്ടവരാണ് നാം. ഒരു ദിവസം തന്നെ 10-15 കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ 15 കാര്യങ്ങൾക്ക് തുല്യ പ്രാധാന്യം ഇല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏത് കാര്യങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, ഒന്നാമത് ചെയ്യേണ്ടത് ഏത്, രണ്ടാമത് ചെയ്യേണ്ടത് ഏത്, അവസാനം ചെയ്യേണ്ടത് ഏത് എന്നൊക്കെയുള്ളത് വലിയ വിഷയമാണ്. അവസാനം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്താൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാകും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം ചോദിക്കാൻ ചിലർ കാണും. എന്തുകൊണ്ടാണ് ഇത് ചെയ്തില്ല, ഇതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? അവിടെ പ്രശ്നം ആരംഭിക്കുകയാണ്. അപ്പം മുൻഗണനകളെ തെറ്റിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ നമുക്ക് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ സ്നേഹിതന് രോഗമാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് അപ്പച്ചൻ രോഗമാണ്. അപ്പച്ചൻ രോഗമായി ആശുപത്രി കിടക്കുകയാണ്, നമ്മുടെ ഒരു സ്നേഹിതനും ആശുപത്രി കിടക്കുകയാണ്. അപ്പച്ചനെ കാണാതെ സ്നേഹിതനെ കാണാനായിട്ട് പോയി എന്നുള്ളതിൽ സ്നേഹിതന് വലിയ സന്തോഷമാണെങ്കിലും അത് അപ്പച്ചനെ കാണാനായിട്ട് എന്താ ഇന്നലെ വരാഞ്ഞ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ സുഖമില്ല, ഞാൻ അതുകൊണ്ട് അവരെ കാണാൻ പോയിരിക്കുക എന്ന് അപ്പച്ചനോട് പറഞ്ഞാൽ അത് അപ്പച്ചന് തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാകും, ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാകും എന്നുള്ളതിന് പ്രശ്നമില്ല. അതൊക്കെ ആര് കേട്ടാലും പറയും, എടാ നിൻ്റെ അപ്പനെയല്ലേ നീ ആദ്യം പോയി കാണേണ്ടത്, നിന്റെ സ്നേഹിതനെയാണോ എന്ന് ചോദിക്കും. ഒരുപക്ഷെ അപ്പനുമായിട്ട് നല്ല ബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കും പോകാത്തത്. പക്ഷേ അതും തെറ്റാണല്ലോ, അപ്പനുമായിട്ടല്ലേ നല്ല ബന്ധം ഉണ്ടായിരിക്കേണ്ടത്. അപ്പം മുൻഗണനകൾ തെറ്റിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നാം ഉപയോഗിക്കുന്ന ഒരു നല്ല വാക്കാണ് കൂട്ടായ്മ എന്നുള്ള വാക്ക്. ആ വാക്കിന് നാം അടിവരയിട്ടാണ് ജീവിക്കുന്നത്, കൂട്ടായ്മ. കാരണം മനുഷ്യനൊരു സാമൂഹിക അസ്തിത്വമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഈ കൂട്ടായ്മ ഒഴിച്ചുകൂടാത്തതായിരിക്കുന്ന ഒന്നാണ്. നമുക്ക് കൂട്ടായ്മയ്ക്ക് പല തലങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത് ദൈവമക്കളുമായുള്ള പൊതുവായ കൂട്ടായ്മ, നാം അതിനെ യേശു ക്രിസ്തുവിലുള്ള കൂട്ടായ്മ എന്ന് പറയും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുമായി നമുക്കുള്ള കൂട്ടായ്മ. 1 യോഹന്നാൻ 1:2-3 വാക്യങ്ങളിൽ നാം അതേക്കുറിച്ച് വായിക്കുന്നുണ്ട്. രണ്ടാമത് സഭാബന്ധത്തിലുള്ള വിശ്വാസികളോടുള്ള കൂട്ടായ്മ. നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 42-ാമത്തെ വാക്യത്തിൽ യെരൂശലേമിലെ സഭയുണ്ടായ ശേഷം അവർ ചെയ്തതായിരിക്കുന്ന അതിപ്രധാന കാര്യമാണ് തമ്മിൽ കൂട്ടായ്മ പുലർത്തി എന്നുള്ളത്. ആ കൂട്ടായ്മയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട്. മൂന്നാമത് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളുമായിട്ടുള്ളതായിരിക്കുന്ന കൂട്ടായ്മ, വെളിച്ചത്തിലുള്ള കൂട്ടായ്മ എന്ന് പറയും. ഇരുളിൻ്റെ ആളുകളുമായിട്ട് നമുക്ക് കൂട്ടായ്മയ്ക്ക് അനുവാദമില്ല. വെളിച്ചത്തിലുള്ള മക്കളുമായിട്ടാണ് നമുക്ക് കൂട്ടായ്മ വേണ്ടത്. എന്ന് പറഞ്ഞാൽ സഭയിലുള്ളവരാണെങ്കിലും പാപത്തിൽ ജീവിക്കുന്ന ആളുകളോട് നമുക്ക് കൂട്ടായ്മ പരിമിതിയുണ്ട്. സഭയിലാണെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളുമായിട്ടാണ് നമുക്ക് കൂടുതൽ കൂട്ടായ്മയുള്ളത്. നാലാമത് സുവിശേഷ വേലയിലുള്ള കൂട്ടായ്മ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, ഫിലിപ്പിലെ നിങ്ങൾക്ക് സുവിശേഷ ഘോഷത്തിലുള്ള കൂട്ടായ്മയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 1-ാം നാൾ മുതൽ ഇതുവരെ നിങ്ങൾക്കുള്ള കൂട്ടായ്മ എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഇത് ഏറ്റവും വിലയേറിയ കൂട്ടായ്മ എന്ന് ഞാൻ പറയട്ടെ, സുവിശേഷ വേലയിലുള്ളതായിരിക്കുന്ന കൂട്ടായ്മ. ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് കൂട്ടായ്മയുടെ പല തലങ്ങളുണ്ട്. ഈ എല്ലാ തലങ്ങളിലും
കൂട്ടായ്മയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള കൂട്ടായ്മയ്ക്കും ഒരേ പ്രാധാന്യമല്ല. അപ്പോൾ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാം തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ബന്ധങ്ങൾ നമുക്ക് ഉലച്ചിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബന്ധങ്ങളില്ലാത്ത ആരാ ലോകത്തിലുള്ളത്? ജനിക്കുന്നത് തന്നെ ബന്ധങ്ങളുമായിട്ടാണ്, അങ്ങനെയല്ലേ? മകൻ അഥവാ മകൾ, അത് ബന്ധമല്ലേ? അപ്പ എന്നും അമ്മ എന്നും വിളിക്കാൻ 2 പേര്, അത് ബന്ധമല്ലേ? ചാച്ച എന്നും ചേച്ചി എന്നും വിളിക്കാൻ അനേകര്, അത് ബന്ധമല്ലേ? അമ്മാവ അമ്മായി എന്നൊക്കെ വിളിക്കാനുള്ളതായ പേരപ്പ ഇളയപ്പ എന്നൊക്കെ വിളിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് വീഴുന്നത് തന്നെ ബന്ധങ്ങളുടെ മധ്യത്തിലേക്കാണ്. ഈ ബന്ധങ്ങളെ ഒന്നും നമുക്ക് അവഗണിക്കാനൊക്കില്ല. കാരണം അതെല്ലാം ദൈവം തന്ന ബന്ധങ്ങളാണ്. ദൈവം തന്ന ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളെ നാം അവഗണിക്കുമ്പോൾ പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ടാകും. ബന്ധങ്ങളെ അവഗണിച്ചിട്ട് ഞാൻ അവഗണിക്കാൻ ഉദ്ദേശിച്ചില്ല, അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയതാ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനുള്ള എക്സ്ക്യൂസസാണ്. എക്സ്ക്യൂസസ് ഒരിക്കലും ശരിയല്ലല്ലോ. നമുക്കറിയാം, ചെയ്യേണ്ട കാര്യം ചെയ്യാതെ എന്തുകൊണ്ട് ചെയ്തില്ലെന്ന് പറയാനായിട്ട് ഒഴിവൊഴിവ് പറയുന്നതിന് വല്ല സാധ്യതയുണ്ട്? ഒരു സാധ്യതയുമില്ല. അപ്പോൾ സ്വാഭാവിക ബന്ധമെന്ന രക്തബന്ധമെന്നാ നാം ഈ ആദ്യം പറഞ്ഞ ബന്ധങ്ങൾക്ക്, ജനനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ബന്ധങ്ങൾ, അവയ്ക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. ഇനി മറ്റൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ബന്ധമുണ്ട്. അത് വിവാഹം വഴി വരുന്ന ബന്ധങ്ങളാണ്. വിവാഹം വഴി വരുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾക്ക് പറയുന്നത് ഇൻലോ റിലേഷൻഷിപ്പ് എന്നാണ്. ഇൻലോ, ഫാദർ ഇൻലോ, മദർ ഇൻലോ, ബ്രദർ ഇൻലോ, സിസ്റ്റർ ഇൻലോ എന്ന് പറഞ്ഞാൽ അത് രക്തബന്ധമല്ല. അത് അവരുടെ വേറൊരു ബന്ധത്തിലുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷനെ വിവാഹം കഴിച്ചതുകൊണ്ട് വന്നു ചേരുന്നതായിരിക്കുന്ന ബന്ധങ്ങളാണ്. അതും സമൂഹത്തിൽ വളരെ വിലയേറിയ ബന്ധങ്ങളാണ്. രക്തബന്ധങ്ങളുടെ അത്രയും ബന്ധമില്ലയോ എന്ന് ചോദിച്ചാൽ അത്ര തന്നെ ഉണ്ട്. കാരണം ഒരാൾ വിവാഹം കഴിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നായി തീരുകയല്ലേ. അപ്പോൾ പിന്നെ ഭാര്യയുടെ മാതാപിതാക്കളും ഇൻലോ പേരൻസ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെയാണ്. അതിന് നമുക്ക് വളരെ ബന്ധമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഈ ബന്ധങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കാതെ, ഈ മൂല്യങ്ങൾ കൊടുക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നമുണ്ട്. മൂന്നാമതൊരു ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ പൗരത്വ ബന്ധമാണ്. ജന്മം കൊണ്ട് ഒരു ഭാരതീയനായിട്ടാണ് ഞാൻ ജനിച്ചത്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഒരു പൗരത്വ ബന്ധമുണ്ട്. ഈ ബന്ധങ്ങൾ ഉൾപ്പെട്ട ഒരുപാട് കടപ്പാടുകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. ഇതും നാം ധ്വംസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമുണ്ടാകും, പരാതികളുണ്ടാകും, നമുക്ക് നിയമലംഘനങ്ങളുണ്ടാകും, നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെയാണ് നാലാമതൊരു ബന്ധമെന്ന് പറയുന്നത് നമ്മുടെ വീട് ജനത്താലുള്ള ബന്ധമാണ്. യാതൊരു രക്തബന്ധവും ഇല്ലാത്ത ആളുകളായിരിക്കും. ചിലപ്പം പൗരത്വ ബന്ധം പോലുമില്ല. ഒരു ആഫ്രിക്കക്കാരനോ മറ്റേ ഏഷ്യൻ കൺട്രിക്കാരനോ അമേരിക്കക്കാരനോ ആയിരിക്കും. രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയിലാണ് മീറ്റിങ്ങിന് വരുന്നത്. അദ്ദേഹവുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അത് പുതിയ ജനനത്താൽ ഉണ്ടാകുന്ന ബന്ധമാണ്. ഞാൻ പറയട്ടെ, ബന്ധങ്ങളിൽ ഏറ്റവും ശക്തമായ ബന്ധങ്ങളിൽ ഒന്നിതാണ്. രക്തബന്ധം പോലെ തന്നെ ശക്തമാണ് ഇതും. കാരണം ഇതും ഒരു രക്തബന്ധമാണ്. ക്രൂശിൽ ചൊരിഞ്ഞതായിരിക്കുന്ന രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കുന്ന ബന്ധമാണ്. ഇവിടെ ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമാണ്. മറ്റേത് മക്കൾ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ ഇത് ദൈവമക്കൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പനെ പോലെ തന്നെ പ്രാധാന്യം എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പനേക്കാൾ പ്രാധാന്യമല്ലേ ദൈവത്തിന്? ദൈവത്തോളം പ്രാധാന്യമുള്ളവരാരാ? അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്കുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ, ഈ ബന്ധങ്ങളെല്ലാം പ്രധാനപ്പെട്ട ബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവേശുള്ള ബന്ധത്തിന് തന്നെ നിരവധി തലങ്ങളുണ്ടെന്ന് ഞാൻ പറയട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തന്നെ പല തലങ്ങളിലുണ്ട്. ക്രിസ്തു വിശ്വസിച്ച എല്ലാവരും ദൈവമക്കളാണ്, അതുകൊണ്ട് സഹോദരങ്ങളാണ്. നമ്മളെ അവരൊക്കെ ബ്രദറെ സിസ്റ്റർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് ശരിയാണ്, നമുക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ബന്ധമാണ്. എന്നാൽ ഒരു സഭയിലെ അംഗങ്ങളാകുമ്പോൾ അത് കുറച്ചുകൂടെ കടുത്ത ബന്ധമാണെന്ന് ഞാൻ പറയും. ഡെൻസായിട്ടുള്ള ബന്ധമാണ്. അത് കുറച്ചുകൂടി അടുത്ത ബന്ധമാണ്. മറ്റേതൊരുപക്ഷെ രക്ഷിക്കപ്പെട്ട ആൾ താമസിക്കുന്ന ആഫ്രിക്കയിലായിരിക്കും. നാം സന്ദർഭവശാൽ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്, പറഞ്ഞു വന്നപ്പം രക്ഷിക്കപ്പെട്ടതാണ്. അപ്പം നമ്മൾ കൈ കൊടുത്തു, പ്രൈസ് ലോർഡ് ബ്രദർ എന്ന് നമ്മൾ പറയും. എന്നാൽ നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന വിശ്വാസിയുമായിട്ടുള്ള നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവർ തമ്മിലുള്ള ബന്ധമാണെങ്കിൽ തന്നെയും അത് അതിനേക്കാളൊക്കെ ഘനമുള്ള ബന്ധമാണ്. കാരണം അത് അനുദിനമുള്ളതായിരിക്കുന്ന ഒരു സഹോദര ബന്ധമാണ്. ഇതിനേക്കാളെല്ലാം ശക്തമായ ബന്ധമാണ് സുവിശേഷ വേലയിലുള്ള ബന്ധമെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, പൗലോസും തിമോത്തിയോസും തീത്തോസും ശീലാസും എപ്പഫ്രാദിത്തോസും അപ്പൊല്ലോസും അക്വിലയും ബർന്നബാസും ഒക്കെ തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധമെന്ന് പറയുന്നത്. അത്രയും കട്ടിയുള്ള ബന്ധം, കടുപ്പമുള്ള ബന്ധം ഒന്നുമില്ല, വേറൊന്നുമില്ല. അതാണ് ഏറ്റവും വലിയ ബന്ധം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുന്ന ആ ജീവിതത്തിൻ്റെ ഭാഗമായുള്ളതായിരിക്കുന്ന ബന്ധം. ആ ബന്ധത്തിലൊക്കെ നമുക്ക് ശിഥിലത വരണമെങ്കിൽ വളരെ പ്രയാസമാണ്. എന്നാൽ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനും വലിയ പ്രയാസമാണ്. നമുക്കറിയാം, ബർന്നബാസും പൗലോസും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അവർ പിരിയുകയാണ് ചെയ്യുന്നത്. അതിനെയൊക്കെ പരിഹരിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ
ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നാം വളരെ സൂക്ഷിക്കേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നാം അതിനെ പരിഹരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ തീർച്ചയായിട്ടും മെച്ചമെന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. അല്ലെങ്കിൽ പറയാറുണ്ട്, എൻ ഔൺസ് ഓഫ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ എ പൗണ്ട് ഓഫ് ക്യൂർ. അതെ, എന്ന് പറഞ്ഞാൽ രോഗം വരാതെ ഇരിക്കുന്നതാണ് വരാതിരിക്കാനും വരാതെ സൂക്ഷിക്കുന്നതാണ് രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. ബന്ധങ്ങളോടുള്ള ബന്ധത്തിനും എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ശിഥിലത വരാതെ സൂക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും ആവശ്യമായിരിക്കുന്നത്. പക്ഷേ അത് പലപ്പോഴും നടക്കുന്നില്ലല്ലോ പറയും. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഞാൻ ജീവിച്ചത്, എന്നിട്ടും ഞങ്ങളൊന്ന് തെറ്റിപ്പോയെന്ന് പറയും. വളരെ സൂക്ഷിച്ച് ജീവിച്ചിട്ടും തെറ്റിപ്പോയി. അപ്പോൾ സൂക്ഷിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ എന്തൊരു തെറ്റിലായിരുന്നേനും വന്നു ചേരുന്നത്. അപ്പോൾ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന് അവയെ പഠിക്കേണ്ടതായിട്ട് വരും. ഏത് പ്രശ്നത്തെയും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ, വലിയ ആശുപത്രിയിലാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു MBBS ഡോക്ടർ അടുക്കലാണ് ചെല്ലുന്നത്. അദ്ദേഹം നമ്മളെ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം നിശ്ചയിക്കുന്ന നാം യൂറോളജിസ്റ്റ് എടുക്കലാണോ, ന്യൂറോളജിസ്റ്റ് എടുക്കലാണോ, നെഫ്രോളജിസ്റ്റ് എടുക്കലാണോ, കാർഡിയോളജിസ്റ്റ് എടുക്കലാണോ, ഓർത്തോപീഡിക് സർജൻ്റെ എടുക്കലാണോ, എങ്ങോട്ടാണ് പോകേണ്ടത്, അതിനനുസരിച്ച് അദ്ദേഹം അങ്ങോട്ട് വിടും. കാരണം അദ്ദേഹം നമ്മുടെ രോഗത്തെക്കുറിച്ച് കേട്ടിട്ട് അദ്ദേഹത്തിന് ഒരു മനസ്സിൽ തോന്നി ഇത് ഒരു ഹാർട്ട് പ്രോബ്ലമാണ്, കാർഡിയോളജിസ്റ്റ് എടുക്കലേക്ക് ഇദ്ദേഹത്തെ അയക്കാമെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മുടെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഏത് തരത്തിലുള്ള പ്രശ്നമാണ്, ഇതിലെന്ത് ചികിത്സയാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് നിശ്ചയിക്കുവാനായിട്ട് കഴിയും. ചിലപ്പോൾ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് വേദശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമാണെന്ന് കഴിയും, ഉപദേശപരമായ പ്രശ്നമാണ് അവർക്ക് തമ്മിലുള്ളത് പറഞ്ഞു വരുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഉപദേശപരമായ ഒരാൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. അദ്ദേഹം ഏതോ സഹോദരനോട് സംസാരിച്ചപ്പോൾ യേശുക്രിസ്തു എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞു. അത് സഹോദരന്മാർ മൂപ്പന്മാരോട് പറഞ്ഞു. അപ്പോൾ ആ മൂപ്പന്മാരെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ബ്രദറെ എന്ന് പറഞ്ഞു. സാരമില്ല, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചു എന്ന് പറയാൻ ഒക്കുമോ? ഒക്കില്ല. അത് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ഞാൻ വിചാരിക്കുന്ന ഒരു ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞ പോലെയാണ്. വളരെ വളരെ ഗൗരവമായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നാൽ വേറെ ഒരു പ്രശ്നം മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്, മാനസികമായ പ്രോബ്ലമാണ്. അദ്ദേഹത്തിന് ഒരു മനഃശാസ്ത്രജ്ഞരിലേക്ക് ഇപ്പം വേണ്ടി വരും, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി വരും. ചിലപ്പോൾ സാമൂഹ്യശാസ്ത്രപരമായ പ്രോബ്ലമാണ്. അത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. രണ്ട് പശ്ചാത്തലത്തിൽ നിന്നാണ് അവർ വന്നത്, രണ്ട് കൾച്ചറിൽ നിന്നാണ് വന്നത്, അതുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. സാമ്പത്തിക ശാസ്ത്രപരമായ പ്രശ്നങ്ങളാണ്, കൊടുക്കുവാങ്ങലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പല കോണുകളിൽ നിന്ന് പ്രശ്നങ്ങളെ വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ സഹോദരന്മാർ തമ്മിൽ എന്തുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പോലും മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. പ്രശ്നമുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്, പരസ്പരം അവർ ചെളി വാരി എറിയുന്നുണ്ട്, അപവാദങ്ങൾ പറയുന്നുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് നമുക്ക് പ്രശ്നത്തിൻ്റെ സ്രോതസ്സ്, അതിൻ്റെ സ്വഭാവം, ഇതെല്ലാം നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ദൈവം ജീവിതത്തെ കണക്ക് കൂട്ടുന്നതും മനുഷ്യൻ ജീവിതത്തെ കണക്ക് കൂട്ടുന്നതും ഒരുപോലെയല്ലല്ലോ. കമ്പ്യൂട്ടിങ് ദി ലൈഫ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തെ ദൈവം കമ്പ്യൂട്ട് ചെയ്യുന്നത് പോലെയല്ല മനുഷ്യൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. രണ്ടും തികച്ചും വ്യത്യസ്തമായ നിലയിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ദാവീദിനെ പോലെ ഒരാളെ ദൈവം എന്താ പറഞ്ഞത്? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മനുഷ്യൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഊരിയാവെ കൊന്ന് ബേത്ശേബയെ തട്ടിയെടുത്ത് ഭയങ്കരൻ എന്നല്ലേ പറയുന്നത്? അങ്ങനെയാണ് പറയുന്നത്. മിക്കവാറും പേര് ദാവീദിനെ ചിന്തിക്കുമ്പോൾ അതാ പറയുന്നത്. ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നിട്ട് ആ സ്ത്രീയെ അവൻ്റെ ഭാര്യയെ എടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? വലിയ കാര്യം. ആ മനുഷ്യനെക്കുറിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിന് വചനം പറഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ദൈവം കമ്പ്യൂട്ട് ചെയ്യുന്നതും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് നാം പ്രശ്നങ്ങളെ കാണണം, വിശകലനം ചെയ്യണം. മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാൻ നാം ശ്രമിച്ചാൽ അജഗജാന്തരമായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ പറയട്ടെ. നാം പ്രശ്നങ്ങളെ കാണുന്നത് രണ്ട് വിധത്തിലായിരിക്കും, പ്രശ്നങ്ങളുടെ പരിഹാരം തേടുന്നത് രണ്ട് വിധത്തിലായിരിക്കും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു ജഡികനായ മനുഷ്യന് ഒരു പ്രശ്നത്തെ കാണുന്നതും ആത്മീയനായ ഒരു മനുഷ്യൻ തന്നെ അതേ പ്രശ്നത്തെ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ജഡികൻ കാണുന്നത് പോലെ ആത്മീയന് കാണുവാനായിട്ട് പ്രയാസമാണ്, ആത്മീയൻ കാണുന്നത് പോലെ ജഡികനും കാണുവാൻ പ്രയാസമാണ്. എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരേ സഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന ഒരപ്പത്തിൻ്റെ അംശികളായിരിക്കുന്ന വിശ്വാസികൾക്ക് തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു? അത് അത്ര എളുപ്പമല്ല നിശ്ചയിക്കാനായിട്ട്. തുറന്ന് രണ്ടു കൂട്ടരും സംസാരിച്ചാൽ ചിലപ്പോൾ എളുപ്പമായിരിക്കും. പക്ഷേ പലരും പറയുന്ന കാര്യങ്ങൾ ഉപരിപ്ലവമായ കാര്യങ്ങളാണ്. പ്രശ്നത്തിൻ്റെ യഥാർത്ഥമായ കാരണം അതിനേക്കാൾ വളരെ ആഴത്തിലായിരിക്കും. അത് പറയാനായിട്ട് അവർ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല.
ചില മാരകമായ രോഗങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ സിമ്പിൾസ് മാത്രം, അതിൻ്റെ അടയാളങ്ങൾ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഥാർത്ഥമായ രോഗകാരണം അതായിരിക്കില്ല. ഇപ്പോൾ ക്ഷയരോഗമുള്ള ആൾക്ക് എപ്പോഴും ചുമയുണ്ടെന്ന് വരും. അതിന് ചുമയ്ക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ ക്ഷയരോഗം സൗഖ്യമാകില്ല. ക്ഷയരോഗം സൗഖ്യമാകാത്തിടത്തോളം കാലം ചുമച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കഫ് സിറപ്പൊക്കെ കുടിക്കുമ്പോൾ ഒരു ശാന്തതയും ആശ്വാസമൊക്കെ വരും. അപ്പം നമുക്ക് രോഗത്തെയാണ് നമുക്ക് ചികിത്സിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് പ്രശ്നത്തെ നമുക്ക് ചികിത്സിച്ചെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ. പ്രശ്നം കൊണ്ടുണ്ടാകുന്നതായിരിക്കുന്ന ചില ഉപരിപ്ലവമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് കാര്യമില്ല. പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നം വരുമ്പോൾ അവർ പറയുന്ന വിഷയങ്ങളൊക്കെ വളരെ ഉപരിപ്ലവമായ വിഷയങ്ങളാണ്. ആഴത്തിൽ കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ ഭർത്താവിന് വേറൊരു സ്ത്രീയുമായിട്ട് സ്നേഹബന്ധമായിരിക്കും, ചിലപ്പം ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ബന്ധമായിരിക്കും. അത് അവരൊരിക്കലും സമ്മതിക്കുകയില്ല. അവർ പറയുന്ന ഭർത്താവ് പറയും, ഈ വയസ്സത്തേക്ക് എന്നോട് സ്നേഹമില്ല, പണ്ടൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു, ഇപ്പോൾ എന്നോട് സ്നേഹമില്ല. ഈ സ്നേഹമില്ലെന്ന് പറയാൻ കാരണം വേറൊരുത്തിയെ ഇവൻ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് അവൻ പറയില്ല. അല്ലെങ്കിൽ ആരുടെ കുറ്റം അവൻ അവള് ഭാര്യ പറയും, പല കാര്യങ്ങൾ പറയും. സമയത്ത് വരുന്നില്ല, ഓഫീസിൽ നിന്ന് വരുന്നില്ല, അത് വരുന്നില്ല, വീട്ടുകാര്യങ്ങൾ നോക്കുന്നില്ല, ഞങ്ങളോട് വർത്തമാനം പറയുന്നില്ല. ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അതുകൊണ്ടല്ല പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇനി നേരത്തെ വന്ന് സംസാരിച്ചുകൊണ്ട് പ്രശ്നം തീരുമില്ല. കാരണം അതിനേക്കാൾ ആഴമേറിയ പ്രശ്നം അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെയാണ് സഭയിലെ പ്രശ്നങ്ങൾ. നമ്മൾ പലപ്പോഴും കാണുന്ന ഉപരിപ്ലവമായ ചില പ്രശ്നങ്ങളാണ്. അതൊന്നും പ്രശ്നമേ ആയിരിക്കില്ല. അപ്പോൾ ആളുകളെ നമ്മളെ വിളിച്ചിരുത്തി ഒരാത്മാർത്ഥമായിരിക്കുന്ന ഒരു അനാലിസിസ്, പ്രശ്നങ്ങളുടെ ഒരു വിവേചനം നാം ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തുടങ്ങുന്നതാണല്ലോ. ജനിക്കുമ്പോൾ തുടങ്ങുന്നതല്ലേ ജീവിതമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ജീവിതം എന്ന് പറയുന്ന 13, 14, 15 വയസ്സല്ല. ഇനി അതല്ല 20 വയസ്സൊക്കെ തുടങ്ങുന്നു. അത് ചെറുക്കനല്ലേ, കൊച്ചി ചെറുക്കനല്ലേ എന്ന് പറയും. അതൊന്നും ഗൗരവമായിട്ട് എടുക്കേണ്ട. അതൊക്കെ അങ്ങ് മാറും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അതെങ്ങനെയാണ് മാറുന്നത്? ചുട്ടയിൽ ശീലം ചുടല പറയുന്നല്ലേ, അതൊന്നും മാറുകയില്ല. പല കാര്യങ്ങളും മാറുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഒരു ഭാണ്ഡക്കെട്ടുമായിട്ടാണ് ഈ കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബാല്യത്തിൽ സ്വരൂപിച്ച് വെച്ചതായിരിക്കുന്ന കുറേ മൂല്യങ്ങളും കുറേ കാഴ്ചപ്പാടുകളും കുറേ ശീലങ്ങളും ഈ ഭാണ്ഡക്കെട്ടും കൊണ്ടാണ് ഇദ്ദേഹം ബാല്യത്തിലേക്ക് വരുന്നത്. പിന്നെ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോകുമ്പോഴും അതുപോലെയാണ്. ബാല്യത്തിൽ കണ്ടുമുട്ടിയതായിരിക്കുന്ന കുറേ കാര്യങ്ങളുടെ ഭാണ്ഡക്കെട്ട് വലുതാണ്. അതുകൊണ്ടാണ് കൗമാരത്തിലേക്ക് വരുന്നത്. കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. യൗവനത്തിൽ നിന്ന് കുറേ കഴിയുമ്പോൾ അദ്ദേഹം മധ്യവയസ്സിലേക്ക് പോകും. അവിടെയും അത് തന്നെ. മധ്യവയസ്സിൽ നിന്ന് കുറേ കഴിയുമ്പോൾ പൊക്കുപ്രായം എന്ന് പറയും. അവിടേക്ക് പോകുമ്പോഴും അത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞാണ് പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പോൾ വാർദ്ധക്യത്തിൽ ചെല്ലുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു കരിമ്പടക്കെട്ട് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് അഴിച്ചു നോക്കിയാൽ ഒരു പിടിയില്ല. അനേക വർഷങ്ങൾക്ക് 70 വർഷം 80 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങിയ ശീലങ്ങളാണ്. ഈ ശീലങ്ങളെല്ലാം ഇപ്പോഴങ്ങോട്ട് വയസ്സുന്ന കാലത്ത് ഇതെല്ലാം കൂടെ പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെയാണ് പറയുന്നത്, പ്രായമാകുമ്പോൾ കൊച്ചു പിള്ളേരെ പോലെയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ കൊച്ച് ഈ ആദ്യത്തെ സ്റ്റേജിൽ എങ്ങനെയാണോ ഇയാൾ ജീവിച്ചത് അതുപോലെ ആയിരിക്കും വാർദ്ധക്യത്തിൽ. അന്ന് കരഞ്ഞ കാര്യം സാധിച്ചെങ്കിൽ ഇപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാം, വഴക്ക് കിട്ടിയായിരിക്കും കാര്യം സാധിക്കുന്നത്, കരഞ്ഞായിരിക്കും കാര്യം സാധിക്കുന്നത്. അന്ന് പരാതി പറഞ്ഞ കാര്യം സാധിച്ചാൽ ഇപ്പോഴും പരാതി പറഞ്ഞ കാര്യം സാധിക്കുന്നത്. അന്ന് തല്ലി അടിച്ച കാര്യം സാധിച്ചാൽ ഇപ്പോഴും ആ നടക്കാനെടുക്കുന്ന വടിയും കൊണ്ട് വരുന്നവർക്കൊക്കെ ഒന്ന് കൊടുക്കും. വലിയപ്പനെ കൊണ്ട് ശല്യമാണെന്ന് പറയും. ശല്യമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. വല്യപ്പൻ ഇവിടെ വെച്ചെങ്കിൽ തുടങ്ങിയതല്ല ഇത്, അവിടുന്ന് വാണ്ടക്കെട്ടിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഓരോരോ സ്റ്റേജിലും പരിഹരിച്ചു വിടേണ്ടതായിരിക്കുന്ന ശീലങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാതെ ഇതും കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നാം അനുവദിച്ച് കഴിഞ്ഞിട്ട് 40 വയസ്സ് 45 വയസ്സ് ഒക്കെ ആകും, മധ്യവയസ്സിലാകുമ്പോൾ ആയിരിക്കും ഒരുപക്ഷേ സഭയിൽ പ്രശ്നം ഉണ്ടാകുന്നത്. പ്രശ്നം സ്വാർത്ഥത സംബന്ധിച്ചൊരു വിഷയമായിരിക്കും. ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് തുടങ്ങിയത് ഇവിടെയെങ്ങുമല്ല. ഒരു വയസ്സുള്ളപ്പോൾ തുടങ്ങിയതാ സ്വാർത്ഥത. ഒരു വയസ്സുള്ളപ്പോൾ, അതിന് മുമ്പ് തുടങ്ങിയതാ സ്വാർത്ഥത. അത് പരിഹരിച്ചില്ല. പിന്നെ 3 വയസ്സിൽ 4 വയസ്സിൽ സ്വാർത്ഥത നിർബന്ധ ബുദ്ധി എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ്? ഇങ്ങനെ വന്ന് ചോദിക്കുന്ന കൊടുത്തില്ലേ, അവസാനം ഭീഷണിപ്പെടുത്തി കെട്ടിയാതെയാകുമെന്ന് പറഞ്ഞു, പിന്നെ പുറത്ത് കഴിഞ്ഞതിനെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് സഭയിലാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്, സ്വാർത്ഥത. ഇനിയിപ്പോൾ ഇതിനെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ബ്രദറെ ഇതിൽ ബാക്കിയൊക്കെ വായിച്ചിട്ട് സഹോദരൻ അങ്ങനെയൊന്നും അല്ല, നമ്മൾക്ക് വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവരല്ലേ, പിന്നെ അല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടവർ തന്നെയല്ലേ, പിന്നെ ബ്രദർ എന്താ ഇങ്ങനെയെന്നോ എന്തോ ചെയ്തെന്നാ
പറയുന്നത്? അദ്ദേഹത്തെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും സാധ്യമല്ല. അവിടെയൊന്നും വെച്ച് അത് തുടങ്ങിയാൽ ശരിയാവുകയുമില്ല. അതെ, തൂമ്പാകൊണ്ട് ചെവിത്തോണ്ട് കൊണ്ട് എടുക്കേണ്ടത് അന്നേരം എടുക്കാഞ്ഞിട്ട് അവസാനം തൂമ്പാകൊണ്ട് എടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം, ഈ തൂമ്പാകൊണ്ട് മാറ്റേണ്ടത് ചെവിത്തോണ്ട് കൊണ്ട് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെവിടെയാണ് മാറുന്നത്? അതങ്ങനെ മാറുമോ? മാറുമില്ല. അപ്പോൾ ഈ ബന്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്താ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇതൊന്നും ഒരു ദിവസം കൊണ്ട് ഒരു നിമിഷം കൊണ്ടും ഒന്നും ഉണ്ടാകുന്നതല്ല പ്രിയമുള്ളവരെ. ഒരു മനുഷ്യൻ്റേതുമല്ല. വളരെ വളരെ ചുരുക്കം പ്രശ്നങ്ങളേ ഉള്ളൂ ആ സമയത്ത് അങ്ങനെ ഉണ്ടാകും. ചില മുൻകൂപികളായ മനുഷ്യരുണ്ട്, അവർക്ക് പെട്ടെന്ന് പോകാൻ വരും. അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തോ പറഞ്ഞു പിടിച്ചു തള്ളു കൊടുത്തു, എന്തുകൂടി തലയടിച്ച് വീണു. ഇവനെ തല്ലണമെന്നും തലയടിച്ച് വീണു മറ്റു തല പൊട്ടിക്കണമെന്നും വിചാരിച്ചുകൊണ്ടൊന്നുമല്ല. അത് ജനത്തിൻ്റെ ബലഹീനത കൊണ്ട് ആ സമയത്ത് അങ്ങ് ഉണ്ടായിപ്പോയതാണ്. അതിനൊക്കെ നമുക്ക് പരിഹാരം വരുത്താം. പക്ഷേ മറ്റ് പലതിനും പരിഹാരം വരുത്താനൊക്കില്ല. കാരണം എന്താണ്? അവൻ എത്ര ദിവസമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇവനെ ഒന്ന് ഒതുക്കണം, എനിക്ക് അതിനുള്ള പണി എന്താ? ഇങ്ങനെ നടന്ന് പ്രാർത്ഥിച്ച് ഉപസിച്ച് അവന് പണി ഒപ്പിച്ചുകൊണ്ട് എന്നിട്ട് പറയാ, സൗനൊരു വാക്ക് ക്ഷമ ചോദിക്കണം. എന്ത് ക്ഷമ ചോദിക്കണം? സൗന് വിഷമമുണ്ടായി, എന്നോട് ക്ഷമിക്കും. അയ്യോ, അത് ചോദിക്കുന്ന പ്രയാസം. പ്രശ്നം തീരുമോ? പ്രശ്നം തീരുമില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുമാതിരി ഒരു പൂശി പ്രശ്നം തീർക്കാനാണ് സഭകളിൽ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സഹോദരന്മാർ തമ്മിൽ ഇങ്ങനെ ബന്ധം നഷ്ടപ്പെടുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനൊക്കെ എനിക്ക് ഒത്തിരി സമയം തന്നെങ്കിൽ എനിക്കത് പറയാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവർ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാം. വളരെ ബ്രോഡായിട്ടാണ് പറയുന്നത്. അത് പറയാൻ എനിക്കുള്ള സമയമുള്ളൂ. ഇങ്ങനെ വലിയ വിഷയങ്ങൾ എനിക്ക് തരുമ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനൊക്കെ അതെൻ്റെ ഒരു ബലഹീനതയാണ്. പ്രശ്നം ഉണ്ടാകാൻ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ജീവനേക്കാൾ ജീവിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ജീവനേക്കാൾ ജീവിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിക്കാൻ, ജീവിക്കാൻ ആവശ്യമെന്ന് അവർ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. അവൻ്റെ ജീവൻ പോയാലും എന്ത് പോയാലും അത് നമുക്ക് വിഷയമല്ല. എനിക്ക് ജീവിക്കണം, ഞാനതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അവർ പ്രശ്നത്തെ സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ജീവൻ എങ്ങനെയും കിടക്കട്ടെ, അത് നമുക്ക് വിഷയമല്ല. ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരാളെ, ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരാളുമായിട്ട് ഏറ്റുമുട്ടിയാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ജീവന് പ്രാധാന്യം കൊടുക്കുന്നവർ അവന് പോറൽ പോലും ഏൽക്കരുത്. അയ്യോ, സഹോദരൻ്റെ ജീവൻ വളരെ പ്രഷ്യസാണ്. ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രഷ്യസാണ്. അതിന് വളരെ നമ്മൾ പൊതിഞ്ഞ് കിട്ടി പാണ്ഡത്തിൽ ഇങ്ങനെ സൂക്ഷിക്കുകയും ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് എന്ത് ചെയ്യും? അവരിതൊന്നൊരു വിഷയമൊന്നുമല്ല. ജീവിക്കണം, തിന്നണം, കുടിക്കണം, കിടക്കണം, ഉറങ്ങണം, കാശ് വേണം, അതാണ്. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാനായിട്ട് മിക്കവാറും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രശ്നം ജീവനും ജീവിതവും തമ്മിലുള്ള പ്രശ്നമാണെന്ന് അറിയാതെ ഇത് കാശിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കല്യാണത്തിന് വിളിച്ചില്ല എന്നുള്ള പ്രശ്നമോ എന്തെങ്കിലും അങ്ങനെ ജീവിതത്തിൽ സംബന്ധിക്കുന്ന പ്രശ്നം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് തീരുമില്ല. മൂല കാരണമായി കിടക്കുന്നത് വളരെ ആഴത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് ജീവന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, ഉടുപ്പിനേക്കാൾ ജീവനാണെന്ന് പറഞ്ഞു വലുത്. ജീവിതമാണെന്നല്ല, ഉടുപ്പിനേക്കാൾ ജീവനാണ് വലുത്. നിന്റെ വീടിനേക്കാൾ ജീവനാണ് വലുത്. ആ വ്യത്യാസം മനസ്സിലാക്കാത്തതായിരിക്കുന്ന ആളുകൾക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്നം പരിഹരിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഇതാണ് പ്രശ്നമെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രശ്നമാണ്. കാരണം എന്താ? ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മൂല്യങ്ങൾ ജീവനുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളല്ല. അതെ, സഹോദരൻ ആ വാക്ക് പറഞ്ഞതിന് ശേഷം ആ സഹോദരൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്ന സഹോദരൻ വലിയ പ്രയാസം, പ്രാർത്ഥന നടക്കുന്നില്ല. പ്രാർത്ഥിക്കണ്ട അല്ലേ? പ്രാർത്ഥിച്ചില്ല കുഴപ്പം എന്ന് ചോദിക്കുന്നവരാണ് അവർ. കാരണം ജീവനൊന്നും ദൈവമായിട്ട് ബന്ധം അതൊക്കെ പറയുന്നതൊക്കെ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്കതൊരു വിഷയമേ അല്ല. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലും അവർ പറയും, ഞാൻ പ്രാർത്ഥിച്ച് 2 കൊല്ലം എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അതെ, ഒരു സഹോദരനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മീറ്റിങ്ങിന് സഹോദരൻ വരുന്നില്ല, പിന്മാറ്റത്തിലേക്കൊക്കെ പോയി പറഞ്ഞു, എനിക്ക് എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു. എനിക്ക് എന്നാ കുഴപ്പം മീറ്റിങ്ങിന് വരാത്തതുകൊണ്ട്? ഈ മീറ്റിങ്ങിന് വരാൻ 2 കൊല്ലം മാറുന്ന എൻ്റെ ചെറുക്കൻ്റെ കല്യാണം നടന്നു, എൻ്റെ പെണ്ണിൻ്റെ കല്യാണം നടന്നു, എനിക്ക് എന്നാ കുഴപ്പം? ഞാൻ എൻ്റെ വീട് വെച്ചു, എനിക്ക് എന്നാ കുഴപ്പം? സഭ വന്നോണ്ട് എനിക്ക് എന്നാ ഗുണം? കണ്ടില്ലേ?
അപ്പോൾ അവർ ജീവിതമാണ്. കല്യാണം നടക്കുന്നുണ്ടോ, ജോലി കിട്ടുന്നുണ്ടോ, വീട് വെക്കുന്നുണ്ടോ, പണം കയ്യിലുണ്ടോ, ഇതാണ് അവർക്ക് പ്രശ്നം. അല്ലാതെ ദൈവമായുള്ള ബന്ധമുണ്ടോ, സഹോദരന്മാരുമായുള്ള ബന്ധമുണ്ടോ, വചനം വായിക്കുന്നോ, പ്രാർത്ഥിക്കുന്നോ, അതൊന്നും നമുക്കൊരു വിഷയമേ ഉള്ളൂ. അതെ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾ തമ്മിൽ സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ അപ്പോട്ട് സാറേ അങ്ങ് ക്ഷമിക്കുക. സാറേ എന്തോ ക്ഷമിക്കാനാ പറയുന്നത് നിങ്ങൾ? എന്താണ് ക്ഷമിക്കേണ്ടത്? അവിടെ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? അടിസ്ഥാന മൂല്യങ്ങളിൽ പ്രശ്നം ഉണ്ടായാൽ ആ മൂല്യസംബന്ധമായിട്ട് തിരുത്തണം. ആരുടെ മൂല്യമാണോ തെറ്റായ ആളിൻ്റെ മൂല്യം തിരുത്തണം. ശരിയാണോ? ശരിയായ മൂല്യമുള്ളവനെ തെറ്റായ മൂല്യത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് പലർക്കും മനസ്സിലാവില്ല. അതുപോലെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരും നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമുണ്ട്. ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുണ്ട്. അയൽക്കാരൻ കയറി ഒരു 3 അടി ഇങ്ങോട്ട് കയറ്റി അതിലങ്ങ് മാറ്റിയവൻ. നമ്മളെവിടെയോ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ അതിര് നന്നായിട്ട് അതിരുകല്ലിൽ വിട്ട് വെയിലും കെട്ടിയിരുന്ന അവനെ അതിരുകല്ലും എടുത്ത് അവൻ്റെ വസ്തുവിൻ്റെ ഇങ്ങോട്ട് 3 അടി ഇങ്ങോട്ട് 3 അടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എൻ്റെ ഇത്രയും സ്ഥലം കൂടെ അവന് കിട്ടി. പ്രേതം വന്നപ്പോൾ ഇതെല്ലാം കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു, ഇതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ ഇനിയും നമ്മളിവിടെ ജീവിക്കുന്നിടത്തോളം നമ്മൾ തമ്മിലുള്ള അയൽബന്ധം അങ്ങ് തെറ്റും. അതെ, അയാൾ സമ്മതിക്കുകയില്ല. അയാൾ പറയും അവിടെ ആരെന്ന് പറയും. അളക്കാമെന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കുകയില്ല. അളവുകാരമെന്ന് പറഞ്ഞാലും അയാൾ സമ്മതിക്കുകയില്ല. അപ്പോൾ സഹോദരമായിട്ടുള്ള ബന്ധം അങ്ങ് നഷ്ടപ്പെടും. ഇദ്ദേഹം പിന്നെ നമുക്ക് സഹോദരല്ലാതെ ആകും. നമ്മളൊരു സഭയിൽ പോകുന്നവരാണ്, സഹോദരന്മാരാണ്, എപ്പോഴും സഹോദരാന്ന് വിളിക്കണം. ആ ബന്ധമെല്ലാം അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊരു 2 സെൻറ്റ് വസ്തു പോയി അത്രയും അങ്ങ് പോകട്ടെ, ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കാം. ഇനി അതിന് മാതാതെ അവിടെ നമുക്ക് കരിങ്കിലിറക്കി നല്ല ഭിത്തിയാൻ കേട്ട. ഇതേക്കുറിച്ച് ഒന്നും പറയണ്ട. അപ്പോൾ ഒരാൾ എന്തിനാ, എനിക്ക് അവരുമായുള്ള ബന്ധം നഷ്ടപ്പെടരുത്. ബന്ധത്തിനാണ് പ്രാധാന്യം. യേശുക്രിസ്തുവിന്റെ ബന്ധത്തിനാണ്. അവൻ ചെയ്ത തെറ്റാണെന്നും ഇത് ശരിയാക്കണമെന്നും പറഞ്ഞാൽ പിന്നെ അവനും ഞാനുമായിട്ട് അയൽക്കാരെന്നുള്ള ബന്ധം പോയി, സഭാബന്ധം പോയി, അവരെ വഴക്കും വല്ലുമായി കേസുമായി അവൻ കൊണ്ട് ഇത് ഒക്കെ പ്രശ്നമാകും. കണ്ടില്ലേ, ഒരാൾ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് തൻ്റെ 2 സെൻറ്റ് സ്ഥലം പോട്ടെന്ന് വെച്ചത്. മറ്റേയാൾ വസ്തുവിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവൻ 2 വസ്തു ഇങ്ങോട്ട് കയറിയെടുത്തത്. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായ പ്രശ്നം തീർക്കണമെങ്കിൽ എന്ത് ചെയ്യും? നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും തമ്മിൽ ആരായിരിക്കും വിട്ടുവീഴ്ച ചെയ്യുന്നത്? ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളായിരിക്കും എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നീതിയിൽ ആർക്കും പറയാനായിട്ട് സാധിക്കുകയില്ല. സഭയ്ക്ക് പറയാനൊക്കെ ഇല്ല, സൗര നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണം, അതിന് 1 സെൻറ്റ് കൂടെ കൊടുക്കുക. കർത്താവ് അങ്ങനെയാണല്ലോ പറയുന്നത്. ഉടുക്കി ഉപയോഗിക്കുന്നവന് ഉപ്പായം കൂടെ കൊടുത്തേക്കാനല്ലേ പറഞ്ഞത്. 1 മതി നടക്കാൻ പറഞ്ഞ് 2 മതി നടത്തേക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ആ വാക്യമൊക്കെ നമുക്ക് സഹായമായിട്ട് വരും. അത് മറ്റേ പാർട്ടിക്ക് വളരെ സഹായകരമായിരിക്കും. പക്ഷേ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതല്ല. അപ്പോൾ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങളും അതുപോലെ എനിക്കെന്ത് കിട്ടും എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ആളുകളും തമ്മിൽ പ്രശ്നമുണ്ടായാൽ പ്രശ്നം തീർക്കാനൊക്കെ വലിയ പ്രയാസമാണ്. മിക്കവാറും ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾ ആ പ്രശ്നത്തിന് വിട്ടുവീഴ്ച അങ്ങ് ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും. അതൊരു പ്രശ്നപരിഹാരമാണോ എന്ന് ചോദിച്ചാൽ ആ തൽക്കാലം ഒരു പ്രശ്നപരിഹാരമാണ്. നാളെ പ്രശ്നപരിഹാരമാവില്ല. ഈ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്തതായിരിക്കുന്ന ആളുടെ മകൻ നാളെ വരുമ്പം പറയാം, ഞങ്ങൾ അതിനവിടെയല്ല അളക്കണമെന്ന് പറയും. അപേക്ഷ കൊടുത്ത് അളക്കുമ്പം ഇതാണ്. അപ്പോൾ അത് മാറ്റിയിടാൻ പറയും. പ്രശ്നമായില്ലേ? പിന്നെ സഭക്കാരെന്ത് ചെയ്യും? അന്ന് സഭക്കാർ പറഞ്ഞ് പോട്ടെന്ന് പറയും. ഇപ്പോൾ സഭക്കാരെന്ത് പറയും? കൊടുക്കെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചല്ല മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ട്, വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ട്. വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളെ വ്യക്തിത്വ വികസനത്തിന് സഹായകരമായ നിലയിൽ അവരെപ്പോഴും പ്രശ്നങ്ങളെ ബന്ധങ്ങളും ഒക്കെ അവർ കൈകാര്യം ചെയ്യും. കാരണം അവരുടെ വ്യക്തിത്വ വികസനമാണ്. അവൻ്റെ സ്വയാവബോധവും സ്വയനിർണയശേഷിയും ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും അവൻ്റെ അസ്തിത്വവും ജീവിത മൂല്യങ്ങളും കാഴ്ചപ്പാടും ഒക്കെ അവൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവൻ മുൻഗണന കൊടുക്കുന്നത്. വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് വേണം, എനിക്ക് പ്രശസ്തി വേണം, എനിക്ക് പണം വേണം, എന്നെ എല്ലാവരും ബഹുമാനിക്കണം, അതാണ് വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്.
അപ്പോൾ വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കുന്ന ആളും വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കുന്ന ആളും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ വ്യക്തിപ്രഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾ വിട്ടുവീഴ്ച ചെയ്യല്ലേ. എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നത്. എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അയാൾ തെറ്റാണ് ചെയ്തതെങ്കിലും തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ, എനിക്കൊരു പേരുണ്ട് ഈ സമൂഹത്തിൽ, ഞാനത് സമ്മതിക്കില്ല. അതാണ് അദ്ദേഹം പറയുന്നത്. അതേ വ്യക്തിപ്രഭാവം. പക്ഷേ അത് പറയുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നില്ലാണ് വ്യക്തിത്വം അങ്ങ് താഴേക്ക് പോവുകയാണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ അയാൾ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ചെറുതായാലും വലുതായാലും സമീപനം ധ്രുവാന്തര വ്യത്യാസമുള്ളതായതുകൊണ്ട് വിഷയം കൈകാര്യം ചെയ്ത് കഴിയുമ്പോൾ കാര്യമായ ഭിന്നതയും ഫലവും ഒക്കെ ആയിരിക്കും അവശേഷിക്കുന്നത്. കുറേ ഭിന്നതയും ഫലവും അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഞാൻ പറയും, ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ഈ വാദത്തിനും പിത്തത്തിനും കഫത്തിനും ഒക്കെ ആയുർവേദ ചികിത്സിക്കുന്നത് കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ളതായിരിക്കുന്ന പിഴിച്ചിലും ഒഴിച്ചിലും നസ്യവും പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചെയ്ത് വരണം. പറയില്ലേ, ആയുർവേദ ഹോമിയോപ്പതി വൈദ്യന്മാർ ആദ്യം മരുന്ന് കൊടുക്കും പറയും അകത്തിരിക്കുന്ന എല്ലാം പുറത്ത് ചാടും ആദ്യമെന്ന് പറയും. അത് പുറത്ത് ചാടുകയാണോ അല്ലെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ആയുർവേദം അറിയില്ല, എനിക്ക് ഹോമിയോപ്പതി അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ചില മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ 2 ഗുരുവേ ഉണ്ടായിരുന്നുള്ളൂ, ദേഹം നിറച്ചും ഗുരുവായി. അവർ പറഞ്ഞാൽ അതെല്ലാം പുറത്ത് ചാടിയതാണ്. നല്ല കാര്യം, അകത്തിരിക്കുക ആരെന്തെങ്കിലും പുറത്ത് ചാടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ അകത്തിരിക്കുന്നതിനെ എല്ലാം പുറത്ത് ചാടിച്ചെങ്കിൽ നമുക്ക് പ്രശ്നപരിഹാരം നടക്കൂ. അത് ഞാൻ പറയാം. അതെ, ചില പ്രശ്നപരിഹാരം അങ്ങനെയല്ല. ഇത്തരം നീർത്തുന്നതിനെ ചൊട്ടിക്കുക എന്ന് പറയും. ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിനെ നമുക്ക് ചൊട്ടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. അങ്ങനെ ചെയ്യാം, അത് നല്ലതാണ്. വലുതിനെ ചൊട്ടിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതിനെ വലുതാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അതെങ്ങനെയായാലും ഉള്ള ഒരു റൂട്ട് കോസ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് വ്യക്തിത്വവും വ്യക്തിപരവും ഉണ്ട്. പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ. വ്യക്തിത്വവും വ്യക്തിപരമായ താല്പര്യങ്ങൾ പലതുണ്ട്. അത് വ്യക്തിത്വത്തിന് പ്രാധാന്യം നൽകാതെ വ്യക്തിപരമായ കാര്യങ്ങളെ കാണുമ്പോൾ പറയുമ്പോൾ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറയാം. നമ്മൾ പറയാം, അങ്ങനെ പറയാം. അതൊരു വ്യക്തിപരമായി എടുക്കരുത്. നിങ്ങളോടുള്ള ഒരു ഒഫൻസ് ആയിട്ടില്ല. കള്ളം പറയുന്നവരെല്ലാം നരകത്തിൽ പോകുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളെ സംബന്ധിച്ച്. നിങ്ങൾ കള്ളം പറയുന്ന ആളാണെന്നുള്ളത് ഒരു ശരിയായിരിക്കും, പക്ഷേ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവിടെ ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ, ടേക്ക് ഇറ്റ് ആസ് എ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? നീ എന്നെ ഇൻസൾട്ട് ചെയ്തില്ലയോ, ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്യും പരസ്യമായിട്ട്, എവിടെ വെച്ച് എങ്കിലും ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്യും എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ ഈ സാധാരണഗതി സഭകളുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നല്ലൊരു ഭാഗവും വ്യക്തിപരമായ പ്രശ്നങ്ങളെ സമീപിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ പ്രശ്നത്തിൽ ഉൾപ്പെടുന്ന 2 ആളുകളും വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കണം. വ്യക്തിപരതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന 2 ആളുകൾക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ വിഷയം രൂക്ഷമാകും, പരിഹാരം അസാധ്യമായി തീരും. എല്ലാം വ്യക്തിപരമായിട്ട് കരുതുക, വളരെ പേഴ്സണലായിട്ട്. പ്രസംഗിക്കാൻ പോലും ഒക്കെ ഇല്ല സഭയിൽ. വചനശുശ്രൂഷ ശുദ്ധ മനസാക്ഷി വചനശുശ്രൂഷ ചെയ്താലും പ്രസംഗം കഴിയുമ്പോൾ ആൾ എഴുന്നേക്കും. എന്നെ കുറ്റം പറഞ്ഞത് എൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. അയാൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ഇയാൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അയാളെപ്പോൾ അങ്ങനെ പറയുന്നത്, ഞാൻ ഇനി ഈ സഭയിലേക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഇയാളെ ഇനി ജീവിതത്തിൽ പ്രസംഗിക്കില്ല, ഈ സഭയിൽ ഇയാളെ കൊണ്ട് വാക്യം പറയിപ്പിക്കില്ല. പ്രശ്നമായില്ലേ, വലിയ പ്രശ്നമായി. അയാൾ പ്രസംഗിക്കാൻ എഴുന്നേക്കും, ഇയാൾ പ്രസംഗിക്കാൻ എഴുന്നേക്കും, 2 പേരും കൂടെ പ്രസംഗം. പിന്നെ 2 പേരും കൂടി സഭയിലായിരിക്കാന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ സമ്മതിക്കില്ല, അയാൾ ആദ്യം ഇരിക്കട്ടെ. അയാൾ എന്നെ അറ്റാക്ക് ചെയ്തില്ലേ. അതെ, അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവിടെ അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഏതോ ഒരു കാര്യം ഇദ്ദേഹം പേഴ്സണലായിട്ട് എടുത്തു. അതാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നതല്ല. അപ്പോൾ സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അങ്ങനെ തന്നെ എടുക്കാതെ വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ പ്രശ്നമുണ്ടാവും. സത്യത്തേക്കാൾ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്, സത്യത്തേക്കാൾ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്വത്വത്തിന്. ഈ സത്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാളും അസ്തിത്വത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാളും തമ്മിൽ വിഷയസംബന്ധമായിട്ട് പ്രശ്നമുണ്ടായാൽ പ്രശ്നപരിഹാരം അത്ര എളുപ്പമല്ല. സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവില്ല. കാരണം സത്യത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. സത്യമല്ലാത്ത ഒരു കാര്യം പ്രശ്നപരിഹാരത്തിന് വേണ്ടി അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സത്യമല്ലാത്ത കാര്യം അംഗീകരിക്കാനൊക്കെ എന്ന് പറയും. എന്നാൽ അതേസമയം തന്നെ അസ്തിത്വം എക്സിസ്റ്റൻസിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന ആൾ എന്ത് വിട്ടുവീഴ്ച പോലും ചെയ്യും. അദ്ദേഹത്തിന് പറയും എക്സിസ്റ്റൻഷ്യൽ തിയോളജി, അദ്ദേഹത്തിന് എത്തിക്സും എക്സിസ്റ്റൻഷ്യലാണ്. വ്യഭിചാരവും കൊലപാതകവും ഒക്കെ തെറ്റാകുന്നത് സാഹചര്യം അറിഞ്ഞ് വേണമെന്ന്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ്. സാഹചര്യം അങ്ങനെയാണ്. അതെ, അങ്ങനെ അവർ പറയും സാഹചര്യമാണ്. ദാവീദ് ഒരു തെറ്റ് ചെയ്ത് പരസ്യമായിട്ട് അത് മറയ്ക്കാനായിട്ട് ആകുന്നു നോക്കി, ഊരിയാവെ വിളിച്ച് നോക്കി, കള്ളുപിടിപ്പിച്ച് നോക്കി, ഒക്കെ ചെയ്ത് ഒന്നുമില്ല. ഒടുവിൽ എന്ത് ചെയ്ത് രാജാവല്ലേ,
യുദ്ധത്തിൻ്റെ ഏറ്റവും കഴിവുള്ള ശത്രുക്കൾ നിൽക്കുന്നിടത്ത് നിർത്തിയാലോ വെട്ടുകൊള്ളുന്ന ഉറപ്പ് വരുത്തിയാണോ നിർത്തിയാക്കി വെട്ടുകൊണ്ട് ചെയ്തോടെന്ന് പറഞ്ഞു. അതിന് നമുക്ക് ദാവീദിനെ കുറ്റം പറയാനൊക്കെ ഇല്ല. ദാവീദിൻ്റെ സ്ഥാനത്ത് നമ്മൾ അതിനത് ചെയ്യുമെന്ന് അവർ പറയുന്നത്. കാരണം അവർ ഈ അസ്തിത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മറ്റവർ പറഞ്ഞാൽ അങ്ങനെയല്ല, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, ദാവീദ് ചെയ്ത് തെറ്റാണ്. അപ്പോൾ സത്യത്തിന് മൂല്യങ്ങൾ കൊടുക്കുന്ന ആള് ഈ അസ്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുമായിട്ട് വരുമ്പോൾ വലിയ പ്രശ്നമാണ്. അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ രണ്ടാളുകൾക്ക് തമ്മിൽ ഒരു പ്രസ്താവനയെ ചൊല്ലി തർക്കം ഉണ്ടാകുന്നു. സത്യത്തിന് അടിവരയിട്ട് ജീവിക്കുന്നയാൾ പറഞ്ഞ കാര്യം 100% സത്യമായിരിക്കും. എന്നാൽ ആ സത്യം അസ്തിത്വത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ആൾ അംഗീകരിക്കുകയില്ല. കാരണം അതൊക്കെ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനൊക്കെ ഇല്ല എന്നാ പറയുന്നത്. നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനൊക്കെ ഇല്ല. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം. നമുക്ക് ഈ ലോകത്ത് ജീവിക്കണം. അപ്പോൾ അവരെ ചെയ്യുന്നതായിരിക്കുന്ന കാര്യം ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എ എന്ന് പറയുന്നതായിരിക്കുന്ന ആളെ ബിയിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങുന്നു. ബി എ അത് തൻ്റെ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നുമാണ് കൊടുക്കുന്നത്. 2 വർഷം കഴിഞ്ഞ് തരാവുന്നതാണ്. ഇപ്പോൾ കൊടുത്തപ്പം പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് ബാങ്കിൽ നിന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പലിശ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. വേറെ സ്നേഹിതനും ഒത്താ വന്നത് വാങ്ങാനായിട്ട്. ആ സ്നേഹിതന് കേട്ടതാണ് പറയുന്നത്. 2 കൊല്ലം കഴിഞ്ഞ് പണം തിരിച്ച് കൊണ്ടുവരുമ്പോൾ ഈ 10,000 രൂപ കൊണ്ടുവരുന്നുള്ളത്. അപ്പോൾ സഹോദരൻ ചോദിക്കുന്നത്, സഹോദര പലിശ അല്ലാതെ പലിശയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലെന്ന്. നമ്മൾ കർത്താവ് സഹോദരന്മാരാണ്, പലിശ വാങ്ങാൻ പാടില്ല. നിങ്ങളങ്ങനൊന്നും പറഞ്ഞില്ല, ഞാനത് പറഞ്ഞതാണ്. നിങ്ങളുടെ സ്നേഹിതനോട് ചോദിച്ചത് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റേയാളെ സംബന്ധിച്ചുള്ള ഈ 10,000 രൂപയുടെ 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് അയാൾ പറയുന്നത് അതെൻ്റെ അസ്തിത്വത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ ആ കാശ് കൊണ്ട് എൻ്റെ കൊച്ചിന് ഉപ്പ് വാങ്ങിച്ചു കൊടുക്കാനിരിക്കുകയാണ്. നിങ്ങൾ എന്നാ പറയുന്നത് ആ കാശ് നിങ്ങൾക്ക് തരാനോ? അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ പിന്നെ ഒരു വിധത്തിൽ സമ്മതിക്കില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നോ. പിന്നെ സഭക്കാർ കൂട്ടിയിട്ട് അവസാനം എന്താണ് ഈ കൊടുത്ത ആളോട് പറയുന്നത്, സഹോദരൻ ഇളവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പറഞ്ഞില്ല, പോട്ടെ, അങ്ങ് സമ്മതിക്കുക. സഹോദരൻ്റെ മറുകേടാണ്. അപ്പോൾ സഭ ആർക്കാണ് കൂട്ടു നിൽക്കുന്നത്? സഭ ഈ അസ്തിത്വത്തിന് ബാധിക്കുന്നവരെയാണ്, നിലനിൽപ്പിനെ ബാധിക്കുന്നവരെയാണ് പറയുന്നത്. സത്യമായിട്ട് കൊടുത്തതും സത്യമായിട്ട് പറഞ്ഞതും സത്യസത്യമായിട്ട് കേട്ടതുമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഇയാളുടെ നിലനിൽപ്പിന് വേണ്ടി ഇയാൾ എന്ത് ചെയ്യണം? ഞാനിത് പറഞ്ഞ് തെറ്റിപ്പോയി, ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഓർമ്മ കിട്ടുമെന്ന് പറഞ്ഞാണ് എന്നൊക്കെ പറയണം. പലപ്പോഴും സഭ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. സമ്മതിക്കുക, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ പകുതിയായിട്ടൊക്കെ ചെയ്യും. ഒരു കൂട്ടം ആളുകൾ പറയും അത് പറഞ്ഞില്ലയോ നമുക്കറിയില്ല, ഏതായാലും സഭയോട് വിളിച്ചു വാങ്ങാനൊക്കെ ഇല്ല. ഇതിനെ സമ്മതിച്ചോ എന്നുള്ളതല്ല, നിങ്ങൾ സമ്മതിച്ചിട്ടല്ലേ തരാമെന്നുള്ള കണ്ടീഷനിലല്ലേ കാശ് കൊണ്ടുപോയത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരൻ, അങ്ങനെയൊന്നും ചിന്തിക്കാനൊക്കെ ഇല്ല. അതിക്ക് ജീവിക്കണ്ടേ? കാശുള്ളവനാ നിങ്ങൾക്ക് ഇത് കടം വാങ്ങും. അപ്പോൾ നിങ്ങൾ ഇളവ് ചെയ്ത് കൊടുക്കുക. ബൈബിളിൽ അങ്ങനെ അല്ലേ? നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും എസ്രായുടെ പുസ്തകത്തിലും ഒക്കെ അവർ ഇളവ് ചെയ്ത് കൊടുത്തില്ലേ? കൊടുക്കുക സഹോദര എന്ന് പറയും. അപ്പോഴേ അങ്ങനെയൊക്കെ പറഞ്ഞ് ജയിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ബന്ധങ്ങൾ ശരിയാവില്ല തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് ബന്ധങ്ങളെക്കാൾ നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായാൽ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നയാൾ ബന്ധം നിർത്താനായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യും. പക്ഷേ നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നയാൾ ഒരു കാരണവശാലും ഇല്ല. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, മകളെ കെട്ടിച്ച് അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം കഴിപ്പിച്ചു, അന്നേരം കൈക്കാറുണ്ടായിരുന്ന കാശൊക്കെ വെച്ച് കാശൊക്കെ കല്യാണത്തിന് കൊടുത്തു. അത്രയൊക്കെയാണ് നാട്ടിലെ ക്രിസ്ത്യാനികളുടെ രീതി എന്ന് പറഞ്ഞു. ഇപ്പോൾ മറ്റേ ആളിപ്പോൾ നിയമാനുസരണമുള്ള വീതം വേണം എന്നൊക്കെ പറഞ്ഞ കേസിൽ മടക്കിനൊക്കെ വരികയാണ്. അതെ, അപ്പോൾ രാജ്യത്തിന് നിയമം അനുസരിച്ചതൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിയമാനുസരണം ഒരു സെറ്റിൽമെൻറ്റ് വേണോ അതോ വിശ്വാസികളുടെ രീതിയും നടപ്പും ഒക്കെ അനുസരിച്ചൊരു സെറ്റിൽമെൻറ്റ് വേണോ എന്നുള്ളതാണ്. ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പറയും, നിങ്ങൾ വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പനും മോളും അല്ലേ, മരുമോനും അല്ലേ, കാണണ്ടേ തമ്മിൽ ഇപ്പം ചെന്ന് വിളിച്ച് കയറി വരണ്ടേ? അതൊക്കെ രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം ഇപ്പോൾ വസ്തു വരിക എന്നുള്ളതാണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതും നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ കൈകാര്യം ചെയ്യുന്നതും ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് നന്മയേക്കാൾ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. നന്മയേക്കാൾ, ഗുഡ്നെസ്സിനേക്കാൾ, വെർച്യുവിനേക്കാൾ, അതെ, നന്മയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ ആത്യന്തികമായി നന്മയ്ക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നവരായി ഇപ്പോൾ ഒരു ആനന്ദം ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് വിഷയം. അതെ, ഇപ്പോൾ അവരുടെ മോടെ കല്യാണമാണ്, അവരെ കള്ള് വിളമ്പി, സിഗരറ്റ് വിളമ്പി. ഇപ്പം നമ്മളതേക്കുറിച്ചൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായ ആ കല്യാണത്തിന് സമയത്ത് ശരിയാവില്ല. അതുകൊണ്ട് നമുക്കിപ്പം മിണ്ടല്ല. അത് തന്നെയല്ല, ഒരു നല്ല കുടുംബമാണ്. അവർ അതേ ചൊല്ലി സഭയിൽ നിന്ന് പോയാൽ
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. സന്തോഷം, നമ്മുടെ സന്തോഷം നിലനിൽക്കട്ടെ, സന്തോഷം നിലനിൽക്കട്ടെ. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്, സന്തോഷിപ്പീൻ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു. ആത്മീയത്തെക്കാൾ ഭൗതികത്തിന് പ്രാധാന്യം നൽകുന്നവരുണ്ട്. അവർക്ക് തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആത്മീയ മൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ടായിരിക്കും ഭൗതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നയാളായിരിക്കും പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ട്. നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ട്. അവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായ വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുന്നയാൾ വിട്ടുവീഴ്ചകൾക്ക് ഒരുങ്ങുകയില്ല. നിത്യതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നയാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുമാവില്ല. കാരണം അതുകൊണ്ടുണ്ടാകുന്ന നിത്യനഷ്ടമാണ്. രക്ഷിക്കപ്പെടാത്ത ഒരു പുരുഷൻ രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. പെൺകുട്ടികളുടെ വിശ്വാസികളായ മാതാപിതാക്കൾ അതിനെ എതിർക്കുന്നു. പക്ഷേ വരനും അവൻ്റെ മാതാപിതാക്കളും വിവാഹം നടത്തി തന്തയെ വെക്കുമെന്ന് ശടിക്കുന്നു. സഭയിൽ വരുന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുണ്ട്, നല്ല ഒരു കുടുംബത്തിൽ നിന്നുമാണ്, മാന്യമായ ഒരു ജോലിയുണ്ട്, നിങ്ങൾ കെട്ടിച്ച് കൊടുക്കുക, എന്തോ കുഴപ്പം പിന്നെ എന്ന് പറഞ്ഞു. അവരത് ആഹ്ലാദമൊക്കെ ഇല്ല. വിശ്വാസികളുമായി ഞങ്ങളുടെ ഇടയിലപ്പോഴും കൂടുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ അവസാനം അവർ ചോദിക്കുന്നത് എന്താ കാര്യം, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, കല്യാണം ഞങ്ങൾ വിശ്വാസികൾക്കേ കൊടുക്കത്തുള്ളൂ. എടാ നമുക്ക് സഭയിലൊക്കെ ചേരാം. ചെറുക്കൻ്റെ അപ്പം പറഞ്ഞു നമുക്ക് സഭയിലൊക്കെ ചേരാം, ഞങ്ങൾ സഭയിൽ ചേരാൻ സമ്മതമാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ എല്ലാം കൂടെ പള്ളി വന്നേക്കാം. അപ്പോൾ ഒന്ന് കല്യാണം കഴിപ്പിച്ച് അങ്ങനെ സഭയിൽ ചേർത്ത് ഞങ്ങൾ കല്യാണം നടത്തുകയില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എടാ നമുക്ക് സ്നാനപ്പെട്ടേക്കാം അടുത്ത ആഴ്ച. സഭയിലുള്ളവർ പറയുന്നു ഇത്രയും അവർ ഇത്രയും സമ്മതിച്ചു. അതായത് സഭയെ വരാമെന്ന് സമ്മതിച്ചു, സ്നാനം ഏൽക്കാമെന്ന് സമ്മതിച്ചു. ഇനിയും നിങ്ങൾക്ക് അങ്ങ് കൊടുക്കരുതോ, നിങ്ങൾ ഭയങ്കര ദുർവാശയാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് അങ്ങനെയല്ല. പെണ്ണെ കെട്ടാൻ വേണ്ടി ചുമ്മാ വന്ന് വെള്ളത്തിൽ മുങ്ങി സഭയിൽ വന്നത് ഞങ്ങളെ കുറിച്ച് കൊടുക്കില്ല, അങ്ങനെ കൊടുക്കാനൊക്കെ ഇല്ല. ഇല്ല, നിങ്ങൾ ആദ്യം പോയി ദൂരമൊക്കെ ആയിട്ട് രക്ഷിക്കപ്പെട്ടിട്ട് സത്യമൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾക്ക് ബോധ്യമായിട്ടൊരു കാലത്ത് എന്തെങ്കിലും ഞങ്ങളിപ്പോൾ പെണ്ണ് നാളെ ഒന്നും കല്യാണം കഴിപ്പിക്കില്ല, കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുന്നുള്ളൂ. നിങ്ങൾ നേരെയായിട്ട് വന്നിട്ട് പറയും ഇപ്പോൾ ഏതായാലും ഒക്കില്ല. ഇപ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കാനുള്ള ശ്രമിച്ചു. സഭക്കാരെല്ലാവരും ഒരു നല്ല ഭാഗം ആളുകളും മൂപ്പന്മാർ പോലും പറയും എന്നാലും സഹോദര പെണ്ണിങ്ങനങ്ങ് നിന്ന് പോകും. ഞാൻ പറഞ്ഞേക്കാം, നല്ലൊരാലോചനയൊക്കെയാണ് വന്നത്. അതിപ്പം നടത്താതെ നിങ്ങളിങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. പെണ്ണും പറയുന്നത് പെണ്ണിൻ്റെ അപ്പനും പറഞ്ഞു ഞങ്ങൾ ദുഃഖിച്ചോളാം, നിങ്ങളതേക്കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ ദൈവപ്രകാരം അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞങ്ങൾക്ക് ഒട്ടും മനസ്സില്ല, എന്ത് ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, നിത്യതയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുന്ന ആളിന് ആ മകളെ ഒരു അവിശ്വാസിക്ക് കല്യാണം കഴിച്ചിട്ട് നിത്യനരകത്തിലേക്ക് കൊച്ചിനെ പറഞ്ഞു വിടാനുള്ളതായിരിക്കുന്ന യാതൊരു താല്പര്യവുമില്ല. സഭ പോലും ഇക്കാര്യത്തിൽ ഇങ്ങനെ തെറ്റിപ്പോവും. അതുപോലെ തന്നെയാണ് അദൃശ്യമായതിന് ദൃശ്യമായതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നവരുണ്ട്. അവർക്ക് തമ്മിൽ പ്രശ്നമുണ്ടായാൽ ദൃശ്യമായതിന് പ്രാധാന്യം കൊടുക്കുന്നവർ സ്വീകരിക്കുന്ന പരിഹാര മാർഗം ഒരിക്കലും അദൃശ്യമായതിന് പ്രാധാന്യം കൊടുക്കുന്നയാൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദൃശ്യമായത് നിത്യമായിരിക്കുന്ന കാര്യങ്ങളാണ് അദൃശ്യമായത്. കാണുന്നതിനെയല്ല, കാണാത്തതിനെയത്തിന് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് വളരെ 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 ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ കുറേ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അതായത് എന്തുകൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നു, ഇങ്ങനെയുള്ളതായിരിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ അടി കിടക്കുന്നു, ഇതിൻ്റെ ഫൗണ്ടേഷനിൽ ഇങ്ങനെ കിടക്കുന്നു, ഇളകി കിടക്കുന്ന ഒരു ഫൗണ്ടേഷനാണ്. ദൈവസ്വീകാര്യമായിരിക്കുന്ന ഒരു അടിസ്ഥാനത്തിന്മേലല്ല ജീവിതം. സഭയിലെ മൂപ്പന്മാരും സഭയിലെ നേതൃത്വവും ചിലപ്പോൾ അവർക്ക് അടിസ്ഥാനങ്ങളില്ലാത്ത ആളുകളാണ്. പ്രശ്നപരിഹാരത്തിന് അവർ മുന്നോട്ട് വെക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇത് പല സാഹചര്യങ്ങൾ പല രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ പാപം ചെയ്താളുടെ ഡിസിപ്ലിൻ എടുക്കുന്നതിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരാളെ മൂപ്പനാക്കുന്നതിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു വിവാഹാലോചനയെ കുറിച്ചായിരിക്കും, കൈക്കൂലി എടുത്തിട്ട് ജോലി വാങ്ങുന്നതിനെ കുറിച്ചായിരിക്കും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു അതിർപ്രശ്നമായിരിക്കാം. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഏത് പ്രമാണമാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്, ആരാണ് പ്രമാണം ലംഘിച്ചിരിക്കുന്നത്, ബൈബിൾ ഇതേക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വേണം പ്രശ്നപരിഹാരം. ആളുകൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ സെഷൻ നിർദ്ദേശിച്ചപ്പോൾ എന്താണ് സഹോദരന്മാർ ചിന്തിച്ചിരുന്നില്ല, ഞാൻ അവരോട് ചോദിച്ചില്ല, ചോദിക്കാനിടയാല്ല, ചോദിക്കേണ്ടതാണ്. ഒരു 1 2 3 1 2 3 4 5 6 7 പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു പോകും എന്ന് പറയുന്ന ഒരു പ്രശ്നപരിഹാരമാണെങ്കിൽ അത് നടക്കില്ല.
ശരി, ഞാൻ പരിഹാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ മുന്നമേ പറഞ്ഞു, രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതാണ് സാധാരണയായിട്ട് ആളുകൾ ചെയ്യുന്നതായിരിക്കുന്ന പരിപാടി. അങ്ങനെയാണ്. പ്രശ്നം വരട്ടെ, അപ്പം നമുക്ക് കാണാം. അങ്ങനെ ആളുകൾ പറയാറുണ്ട്, വരട്ടെ, പ്രശ്നം വരുമ്പോൾ കാണാം. പ്രശ്നം വന്നിട്ട് കാണാമെന്ന് പറയുന്നത് വളരെ അപകടകരമായിരിക്കുന്നൊരു കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആൻ ഔൺസ് ഓഫ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ എ പൗണ്ട് ഓഫ് ക്യൂർ. രോഗപ്രതിരോധമാണ് രോഗചികിത്സയേക്കാൾ ഉത്തമം. ഈ പ്രമാണം അംഗീകരിക്കുന്ന സഭകളിൽ ദൂരക്കാഴ്ചയോടെ ഭാവിയിൽ വരാവുന്ന പ്രശ്നങ്ങളെ മുന്നമേ കണ്ടുകൊണ്ട് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കും. എപ്പോഴും ഞാൻ പറയട്ടെ, വരാവുന്ന പ്രശ്നങ്ങളെ മുന്നമേ കാണണം. ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. സഹോദരൻ്റെ മകളുടെ പോക്ക് കണ്ടിട്ട് ഒരു പ്രേമകല്യാണത്തിൽ പോയി ഒരു അവിശ്വാസിയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അവളുടെ സ്നേഹിതന്മാരെല്ലാവരും അവിശ്വാസികളാണ്. ആൺകുട്ടിയോട് അവൾക്ക് ഭയങ്കര മമതയാണ്. എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും കുറേ പിള്ളേരവരുടെ കൂടെയുണ്ട്, അതെല്ലാം ആൺപിള്ളേരാണ്. ഈ ബന്ധം ചെന്ന് അപകടത്തിലാകും. സഹോദരനെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞെങ്കിലും ഇവർക്ക് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. സൗരം മകൾക്ക് വിവാഹപ്രായമൊക്കെ അടുത്ത് വരികയല്ലേ, നമ്മൾ സൂക്ഷിക്കണ്ടേ. എൻ്റെ പെണ്ണിനെ പറ്റി അപവാദം പറഞ്ഞെന്നോ? എൻ്റെ പിള്ളേരൊന്നും അങ്ങനെയല്ല ഞങ്ങളവരെ വളർത്തുന്നത്, ഞങ്ങൾ അച്ചടക്കത്തിലാണ് വളർത്തുന്നത്. എൻ്റെ കൊച്ചിനെ പറ്റി അപവാദം പറഞ്ഞില്ലേ, ഞാൻ അത് ക്ഷമിക്കില്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യും? ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആരാ? അവർ ചെറുക്കൻ അങ്ങനെ ഹിന്ദു മതത്തിൽ നിന്ന് വന്നാൽ അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല ചെറുക്കനാണ് കേട്ടോ, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, അവൻ രക്ഷിക്കപ്പെട്ടേക്കും, അതിനുള്ള സാധ്യതയുള്ള ചെറുക്കനാണ്. എൻ്റെ പെണ്ണ് സൂചനയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ കണ്ടതാണ്. പക്ഷേ ഒരു നിർദ്ദേശം കൊടുത്തെങ്കിലും അദ്ദേഹം പിണങ്ങിയതിൻ്റെ പേരിൽ അത് ഫലവത്തായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചില്ല. അപ്പം നമ്മൾ നേരത്തെ പ്രശ്നങ്ങൾ കാണണം. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കടന്നാണ് ഇങ്ങനെ വരുന്നത്. ബാല്യത്തിലും കൗമാരത്തിലും ഉണ്ടായിരുന്ന പാണ്ടക്കെട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. യൗവനത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇതാണ് പിന്നെ ഇങ്ങനെ പെരുകി വരുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ വരുത്തേണ്ട വ്യതിയാനങ്ങളും സ്ഥാപിക്കേണ്ട മൂല്യങ്ങളും കണക്കിലെടുത്ത് മെൻറ്ററിങ്ങും ഡിസൈപ്പിൾഷിപ്പും, മെൻറ്ററിങ്ങും ശിഷ്യത്വവും തുടർമാനമായി ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ സഭകളില്ല എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഏത് സഭയിലാണ് മെൻറ്ററിങ് ഉള്ളത്? സഭയിലെ ഓരോ വിശ്വാസിക്കും വേറൊരു വിശ്വാസിയുടെ കീഴിൽ മെൻറ്ററിങ് നടത്തണം. അവരുടെ സ്വഭാവത്തിൻ്റെ വിശകലനം ചെയ്ത് അവരുടെ മൂല്യങ്ങളെ, അവരുടെ കാഴ്ചപ്പാടുകളെ, വേൾഡ് വ്യൂ എല്ലാം ചെക്ക് ചെയ്ത് ശരിയായ ബിബ്ലിക്കൽ വേയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ആവശ്യമായിരിക്കും ഒരു മെൻറ്ററിങ് നടത്തണം. അങ്ങനെ ഒരു മെൻറ്ററിങ് നടത്താതെ ഇന്നത്തെ കാലത്ത് തലമുറ രക്ഷിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ചില കൾട്ടുകളെന്ന് പറയുന്ന ആളുകളുടെ മെൻറ്ററിങ് ഭയങ്കരമാണ്, വളരെ ഭയങ്കരമെന്ന് പറഞ്ഞാൽ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച ചെന്ന് കഴിയുമ്പോഴേ അവരുടെ വേറെ ഒരാൾ നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു, നമ്മുടെ മെൻറ്ററാണ്. അദ്ദേഹം ഇവിടെ 3 കൊല്ലമായിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് നമ്മളെ കൊണ്ടു നടക്കുന്നതും നമ്മളോട് വിളിക്കുന്നതും ഫോണിൽ വിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ വീട്ടിൽ വരുന്നതും. അവർക്കൊരു സെൽ ഗ്രൂപ്പുണ്ട്, ആ സെൽ ഗ്രൂപ്പിലിരുന്ന് വൈറ്റയത്തിൻ്റെ മറ്റ് മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം അവരാണ്. അങ്ങനെ ഒരു 2-3 വർഷം കൊണ്ട് നമ്മളെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നറിയാം, നന്നായിട്ട് മെൻറ്റർ ചെയ്ത് ആ സിസ്റ്റത്തിൽ നിന്ന് പോകാത്ത വിധത്തിൽ അവർ നമ്മളെ ഒതുക്കും. എന്നിട്ട് നമുക്ക് വേറൊരു പുതിയ ആളിനെ തരും. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് സന്തോഷമാണ്, അപ്പം നമ്മളൊരു മെൻറ്ററായി. അങ്ങനെയാണ് അവിടെ പോകുന്നത്. ഒരൊറ്റ മനുഷ്യൻ പോലും മെൻറ്ററിങ് ഇല്ലാതെ അവിടെ വരുമില്ല. അവിടെ വന്നാൽ അവരുടെ പിടിയിലായി എന്ന് പറയും. നമുക്ക് വരുന്നവരിവിടെ ഞായറാഴ്ച ഒന്നിച്ച് പോയി, ആരാണെന്നൊന്നും ആരും ചോദിച്ചില്ല, ഇവിടുന്നാ വന്നതെന്ന് ചോദിച്ചില്ല, എന്തിനാ വന്നതെന്ന് ചോദിച്ചില്ല, ഇനി ഇങ്ങോട്ട് വരാമ്പോൾ ആരുണ്ടോയെന്ന് ചോദിച്ചില്ല. നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല. ഇങ്ങനെ വന്ന് ചിലർക്ക് വന്ന് തങ്ങിക്കൂടും. അങ്ങനെ തങ്ങിക്കൂടുന്നതായിരിക്കുന്നത് ചിലർ ഈ ഒറ്റാലി വന്ന് കയറി അബദ്ധവശ വന്ന് കയറി എന്ന് പറഞ്ഞ പോലെ വന്ന് കയറി ചില ആളുകളുണ്ട്. അവരെ പറ്റി നമ്മളൊന്നും ചെയ്യുന്നില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അവരാ പ്രശ്നം വളരെ പ്രശ്നം ഉണ്ടാക്കും, രൂക്ഷമായി തരികയും ചെയ്യും. അവർക്ക് മൂല്യങ്ങളൊന്നുമില്ല, നമ്മുടെ മൂല്യമൊന്നും അവർ കൊടുത്തിട്ടില്ല. അവരിവിടെ വന്ന് കാണുന്ന ആകെപ്പാടെ 2 പാട്ട് പാടും, വന്നാൽ ഉടനെ അവിടെ ഇരിക്കണം, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും, പിന്നെ 2 പാട്ട് പാടും, പിന്നെ ഒരു സങ്കീർത്തനം എല്ലാവരും എഴുന്നേറ്റത് അത് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കർത്താവേ എന്നെ രക്ഷിച്ചതിന് സ്തോത്രം എന്ന് പറയും. അത് ഇദ്ദേഹം 3-4 എല്ലാം 5 കേൾക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് എന്നെ രക്ഷിച്ചതിന് സ്തോത്രം, എന്നെ കാത്തതിന് സ്തോത്രം, എന്നെ സ്തുതിച്ചതിന് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അപ്പോൾ അദ്ദേഹം സ്തോത്രം ചെയ്യുന്ന ആളായി. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു, ഏതാണ്ടൊക്കെ പഠിച്ചു. ഇങ്ങനെ പഠിച്ചാൽ ശരിയാകുമോ? അതെ, നമ്മുടെ സഭ എന്താണെന്നും നമ്മുടെ സഭയുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നും മൂല്യങ്ങൾ എന്താണെന്നും വർഷാന്തര യോഗമാകുമ്പോൾ ഇയർ എൻഡിന് എല്ലാവരും സാക്ഷ്യം പറയണം.
അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ഒക്ടോബർ മാസമൊക്കെ ആയി, അയാളുടെ ഭാര്യയൊക്കെ അയാളുടെ പിണങ്ങിപ്പോയി, മക്കളും ഒന്നും ഇല്ല, എല്ലാ പാടും ഇയാളൊരു വളരെ വളരെ സങ്കടമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും അയാൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞായറാഴ്ച കുറേ ആളുകൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുടുംബമായിട്ട് ഇങ്ങനെ പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇയാളും പറയുന്നത് ഞാനും പള്ളിയിൽ പോവാണ്, ഇവരെല്ലാ ആഴ്ചയും വരെ നല്ല സന്തോഷമായിട്ടാണ് പോകുന്നത്, എനിക്കും പള്ളിയിൽ പോയി നല്ല ജീവിതം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പള്ളിയിൽ പോയി. ഒക്ടോബറായി, നവംബറായി, ഡിസംബർ ആയപ്പോൾ പള്ളിയിൽ അവർ പറഞ്ഞു എല്ലാവരും 31-ാം തീയതി രാത്രിയിൽ എല്ലാവരും സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയില്ല സാക്ഷ്യം എന്ത് പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം എന്താ, സാക്ഷ്യം അറിയില്ല, ഒരു അറിയില്ല. അപ്പോൾ അവർ ചോദിച്ചെടു സാക്ഷ്യം എന്തുവാന്ന് ചോദിച്ചു. അയാൾ ഏതാണ്ടൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ അയാൾ പേപ്പറിൽ എഴുതി പോക്കറ്റ് വെച്ചു. പോക്കറ്റിൽ പോയിച്ചിട്ട് 30-ാം തീയതി വൈകിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് അയാൾ ഒരു കാപ്പിക്കടയിൽ കയറി ചായക്കടയിൽ കയറി ചായ കുടിച്ചു. കാശ് എടുത്തപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പേപ്പർ താഴെ വീണു. അയാൾ സാക്ഷ്യം പറയാൻ എടുത്തപ്പോൾ അവസാനം അയാൾ പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ വരുന്ന വഴിക്ക് ഞാൻ ഒരു കാപ്പിക്കടയിൽ കയറി എൻ്റെ സാക്ഷ്യം പോയെന്ന് പറഞ്ഞു. ഒരു കാപ്പിക്കടയിൽ കയറി എൻ്റെ സാക്ഷ്യം അങ്ങ് പോയെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഇരുന്നായിട്ട് കാപ്പിക്കട വെച്ച് സാക്ഷ്യം പോയിരുന്നു, ഇവിടെ സാക്ഷ്യം പറയേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പോയെന്ന് വായിക്കറിയില്ല, സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ചില ആളുകൾ നമ്മുടെ സഭയിൽ വരുന്നത് ഇതുപോലെയാണ്. അവർക്ക് എന്താ ഇത് ഇവിടെ നടക്കുന്നത്, എന്താണ് ഇതൊക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഈ മെന്ററിങ് ഇല്ലാത്തതുകൊണ്ട്, ശിഷ്യത്വം ഇല്ലാത്തതുകൊണ്ട് ജീവിതത്തിന് വ്യത്യാസം വരുന്നില്ല, മൂല്യങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ല, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുന്നില്ല. പിന്നെ പ്രശ്നമാണ്. പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അങ്ങനെ ഒരാളപ്പം നമ്മുടെ സഭയിലുണ്ടല്ലേ, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ, അത് എവിടെയായിരുന്നു, ആ മൂലയ്ക്കായിരുന്നത്, അദ്ദേഹം പ്രശ്നക്കാരനല്ലേ, അത് ശരി. അപ്പം നമുക്കിനി എന്താ ചെയ്യുന്നത്, നമുക്കെന്താ ചെയ്യുന്നത്? ആളാരാ, എന്താ പ്രശ്നം, എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്, എന്തിനെ ചൊല്ലിയ പ്രശ്നം, അതൊക്കെ പഠിക്കേ, എല്ലാവരും എന്ത് ചെയ്യും? അപ്പോൾ മെൻറ്ററിങ് നന്നായിട്ട് നടക്കണമെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ പ്രശ്നപരിഹാരത്തിനുള്ളതായിരിക്കുന്ന മാർഗങ്ങളിലൊന്ന് നമ്മുടെ സഭകളിലെ ഡിസൈപ്പിൾഷിപ്പും മെൻറ്ററിങ്ങും വേണം. അത് കോളേജിലേക്ക് കയറുന്നതിനല്ല, ഹൈസ്കൂളിൽ ടീനേജ് ആഴമാകുമ്പോൾ തന്നെ നമ്മുടെ യൂത്തിലെ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന യങ് പീപ്പിളുണ്ട്, അവർക്ക് ഈ ബാല്യക്കാരനെ കൊടുക്കണം, ഈ ടീനേജറെ കൊടുക്കണം. സഹോദരനാണ് അവനെ മെൻറ്റർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അവർ തമ്മിൽ കൂട്ടൊക്കെയായി ഒരുമിച്ച് പോകുന്നു, വെളിയിൽ പോകുന്നു, സംസാരിക്കുന്നു, വൈകിട്ടൊക്കെ വന്ന് സംസാരിക്കുന്നു, അവർ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നു, ഇവൻ്റെ ജീവിതത്തിലെ ആ കൗമാരപ്രായത്തിലെ അനുഭവങ്ങളൊക്കെ അവൻ പങ്കുവയ്ക്കുന്നു, ദൈവം അവൻ എത്ര നല്ലവനാണെന്നും പഠിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു, ചെറിയ അവൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെ ഒരു മെൻറ്ററിങ് ഇല്ലാതെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ട് പരിഹരിക്കാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നും പരിഹരിക്കുകയില്ല കേട്ടോ, അത്ര എളുപ്പമൊന്നും പരിഹരിക്കുകയില്ല. അതെ, വ്യക്തികൾക്കും ബന്ധങ്ങൾക്കും നേട്ടങ്ങളെക്കാളും വസ്തുക്കളെക്കാളും പ്രാധാന്യമുണ്ടെന്ന സത്യം സഭയുടെ പഠിപ്പിക്കലുകളിലും ക്ലാസ്സുകളിലും പ്രസംഗപീഠങ്ങളിലും മുഴങ്ങിക്കേൾക്കേണ്ടതാണ്. ആത്മീയ മൂല്യങ്ങൾക്കും നിത്യമായ കാര്യങ്ങൾക്കും ഭൗതികമായതിനേക്കാളും ഇന്നിനേക്കാളും പ്രാധാന്യമുണ്ടെന്ന കാര്യം അവരെ പഠിപ്പിക്കണം. അതുപോലെ ഉപദേശപരമായ വിഷയങ്ങളുടെ പ്രാധാന്യം പറഞ്ഞ് പഠിപ്പിക്കണം. പ്രായോഗിക ജീവിതം ഉപദേശത്തിൽ അടിസ്ഥിതമായിരിക്കണമെന്ന കാര്യം അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മൂപ്പന്മാരും സഭയുടെ നേതൃത്വവും ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, എനിക്ക് സമയമില്ല. ഞാൻ കുറച്ച് അടിസ്ഥാന കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ വാക്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളൊന്നും ഞാൻ പറയുകയില്ല, വായിച്ചാൽ ധാരാളം മതിയാകുന്നതാണ്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ചെയ്യട്ടെ. പൗലോസ് പറയും ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം, അതാണ് സ്റ്റാൻഡേർഡ്. അതുപോലെ നിങ്ങൾക്ക് തമ്മിലും സ്നേഹം ഉണ്ടാകണം. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് വേണം സ്നേഹത്തിന്. പൗലോസിൻ്റെയും ജീവൻ്റെയും സ്നേഹം സ്റ്റാൻഡേർഡ് സ്നേഹമാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളുമായി രക്തബന്ധമൊന്നുമില്ല, ക്രിസ്തുവിലുള്ള ബന്ധമാണ്. വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും അവർക്കില്ല. നിത്യതയുടെ വെളിച്ചത്തിലുള്ളതായിരിക്കുന്ന മൂല്യങ്ങളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് പറയും ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ നിങ്ങൾക്കും തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹം വർദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. കേട്ടില്ലേ എന്താ ചിന്തിക്കേണ്ടത്? ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളാണ് പറയുന്നത്. സത്യം, ഘനം, നീതി, നിർമ്മലം, രമ്യം, സൽകീർത്തി, സൽഗുണം, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ, എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. പൗലോസാണ് സ്റ്റാൻഡേർഡ്.
നമുക്ക് ഏതിനും ഒരു സ്റ്റാൻഡേർഡ് വേണം. നമ്മുടെ കർത്താവ് നമ്മുടെ സ്റ്റാൻഡേർഡാണ്, പൗലോസ് നമ്മുടെ സ്റ്റാൻഡേർഡാണ്, മിഷണറി ബൈബിൾ കാണുന്ന മിഷണറി ടീമുകൾ നമ്മുടെ സ്റ്റാൻഡേർഡാണ്, നമ്മുടെ സഭകളിലെ ചില ഭക്തന്മാരായ ആളുകൾ സ്റ്റാൻഡേർഡാണ്. മൂപ്പനായെന്നുള്ളതുകൊണ്ട് മാത്രം സ്റ്റാൻഡേർഡാകുന്ന നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സത്യമായ കാര്യങ്ങളും ഘനമായ കാര്യങ്ങളും നീതിയായ കാര്യങ്ങളും നിർമ്മലമായ കാര്യങ്ങളും രമ്യമായ കാര്യവും സൽകീർത്തിയായ കാര്യങ്ങളും സൽഗുണമോ പുകഴ്ച അതൊക്കെ ചിന്തിക്കും. നമ്മുടെ ചിന്തയുടെ ഉള്ളടക്കത്തിൽ തുറന്നു നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുന്നത്. അവിടെ പ്രശ്നത്തിന് യാതൊരു സാധ്യതയുമില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയും, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അതാണ് സ്റ്റാൻഡേർഡ്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ആണ് നമ്മുടെ മെൻ്റർ കർത്താവാണ്. തമ്മിൽ ക്ഷമിപ്പീൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയോട് ബന്ധമായ സ്നേഹം ധരിപ്പീൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങൾ വാഴട്ടെ. അതിനായി നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്താ ഈ വേദഭാഗങ്ങളിലൊക്കെ പറയുന്നത്? അതിപ്രധാനമായ കാര്യമാണ് പറയുന്നത്. പ്രശ്നപരിഹാരമെന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിതമായ പ്രശ്നപരിഹാരമാണ്. മൂല്യാധിഷ്ഠിതമായ പ്രശ്നപരിഹാരം. അതുപോലെ നമുക്കൊരു മാതൃക വേണം. മൊഡാലിസ്റ്റിക് പ്രശ്നപരിഹാരം. നമുക്കൊരു മോഡലായിട്ടുള്ളതായിരിക്കുന്ന ചില ആളുകളുണ്ട്. അത് പൗലോസുണ്ട്, അതുപോലെ പൗലോസിനുള്ള മിഷണറി ടീമുകളുണ്ട്, 12 അപ്പോസ്തലന്മാരുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. നമ്മുടെ മൊഡാലിസ്റ്റിക് പ്രശ്നപരിഹാരമാണ് വേണ്ടത്. നാം വെറുതെ നാട്ടുകാർ പറയുന്നത് പോലെയും ദേശക്കാർ പറയുന്നത് പോലെയും നമ്മുടെ സിറ്റുവേഷൻ എത്തിക്സുകാർ പറയുന്നത് പോലെയും ഏതാണ് എല്ലാവർക്കും സ്വീകാര്യം സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാം ഏതിനോടാ താല്പര്യം, അങ്ങനെ അങ്ങ് ചെയ്യാൻ നമുക്ക്. അങ്ങനെ ചെയ്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. തൽക്കാലത്തേക്ക് നമുക്കൊരു ശാന്തി ഉണ്ടാകുന്നേ ഉള്ളൂ. ക്ഷയരോഗിക്ക് അബ്സർവ് കൊടുക്കുന്ന പോലെയേ ഉള്ളൂ. സിംറ്റംസിന് ചികിത്സിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? രോഗത്തിനാണ് ചികിത്സിക്കേണ്ടത്. അതുകൊണ്ട് ഈ അടിസ്ഥാനമായ കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ദീർഘമായൊരു ഭാഗമാണ്. ആ ഭാഗം നാം ശരിക്കും വായിച്ചാൽ ഞാൻ പറയാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരരുത് എന്ന് തുടങ്ങി താഴോട്ട് പറയുന്ന ഭാഗങ്ങൾ. എവിടെയും പ്രശ്നം ഉണ്ടാകുന്നിടത്തൊരു ഭാവം ഉണ്ടായിട്ടുണ്ട്. ആർക്കോ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരുന്നതായിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അങ്ങനെ വരരുത്. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാന മൂല്യങ്ങളാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് മൂല്യാധിഷ്ഠിതമായ സഭാജീവിതം മൂല്യാധിഷ്ഠിതമായ വ്യക്തിജീവിതത്തിന് ശക്തി പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ മൂല്യാധിഷ്ഠിതമായ വ്യക്തിജീവിതങ്ങൾ ശക്തമായ സഭകൾക്ക് കാരണമാകുന്നതാണ്. സഭാജീവിതവും വ്യക്തിജീവിതവും പരപൂരകമായിരിക്കേണ്ടതാണ്. ഇതിന് ഉപദേശവും ജീവിത സംബന്ധിയായ മെൻറ്ററിങ്ങും സമാന്തരമായി നൽകേണ്ടതാണ്. ക്രമാനുക്രമമായ വചനപഠനവും വചനാനുസരണമുള്ള ശിഷ്യത്വവും വിശ്വാസികളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന മെൻറ്ററിങ്ങും പ്രാക്ടീസും ചെയ്യുന്ന സഭകളിൽ ഗൗരവമുള്ള സഭാപ്രശ്നങ്ങൾ ഉണ്ടാകില്ല, ഗ്യാരണ്ടീഡാണ്. സമീകൃത ആഹാരം നൽകാത്തതായിരിക്കുന്ന കുട്ടികൾക്ക് പല വിധത്തിലുള്ള രോഗങ്ങൾ കൂടെ ഉണ്ടാകുന്നത് പോലെ സമീകൃതമായ ഉപദേശവും ശിഷ്യത്വവും ജീവിതത്തിൻ്റെ മെൻറ്ററിങ്ങും ലഭ്യമല്ലാത്ത സഭകളിൽ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രിയമുള്ളവരെ, കൂടെ പ്രശ്നം ഉണ്ടാകും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അത്ര എളുപ്പമല്ല. ഞാനീ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സഭകൾ മുന്നോട്ട് പോയാൽ അവിടെ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല. പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി 2-3 വാക്കൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആ പോട്ട് സൗര ക്ഷമിക്കുക, ആ സൗര ക്ഷമിക്കുക, ഒരു വാക്ക് സൗര ക്ഷമ ചോദിച്ചാൽ ഞാൻ വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിക്കണം. ആ സൗരന് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിയ ക്ഷമയാണോ? ഇത് വലിയ പ്രശ്നപരിഹാരമാണോ? ഇങ്ങനെ പ്രശ്നപരിഹാരം ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇതൊരു പ്രശ്നപരിഹാരമല്ല. ഇത് പ്രശ്നങ്ങൾ അവിടെ വെച്ചിട്ട് മൂടിക്കെട്ടുകയാണ്. ഇത് അവിടെ നിന്ന് പഴുത്ത് നാളെ പൊട്ടും. ആംപ്യൂട്ടേഷൻ, കാല് മുറിച്ച് കളയേണ്ടതായിരിക്കുന്ന സ്ഥിതിയിലാണ് വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ റൂട്ട് കോസുകൾ മനസ്സിലാക്കി അതിന് ദൈവവചനം നിർദ്ദേശിക്കുന്നതായിരിക്കുന്ന പരിഹാരങ്ങൾ തന്നെ ചെയ്യണം. നമ്മുടെ സഭകളിലെ മെൻറ്ററിങ്ങും ഡിസൈപ്പിളിങ്ങും കാര്യമായിട്ടുണ്ടാകണം. സിസ്റ്റമാറ്റിക് ടീച്ചിങ്ങും കൗൺസിലിങ്ങും ഉണ്ടാകണം. എല്ലാ സഭകളിലും കൗൺസിലേഴ്സ് ഇല്ലെങ്കിലും ഒരു ദേശത്തെ 8-10 സഭകൾക്കെങ്കിലും കൂടി ഒരു കൗൺസിലർ വേണം. അതിന് ട്രെയിനിങ് കിട്ടിയ ഒരാളെ നിങ്ങൾ വെക്കണം. പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൗൺസിലറെ വിളിക്കണം. ഒരാഴ്ച 1 മാസം ഒക്കെ ആഴ്ചയിൽ ഒരിക്കൽ വീതം കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് പ്രശ്നങ്ങൾ അഴിച്ച് നോക്കട്ടെ, എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി അതിന് പരിഹാരം വരുത്തിട്ട്. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വേദനിക്കുമ്പോൾ അമ്മമാർ പറയും ഞാൻ ഊതിത്തരാം,
ഊതിക്കൊണ്ടിരുന്ന ഒരു തണുപ്പൊക്കെ കിട്ടും എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ മുറിവ് വരികയില്ല ഊതിക്കൊണ്ടിരുന്ന. ഈ ഊതുന്നതിലെ അണുക്കളിലൂടെ അതിനകത്തേക്ക് കയറി കുറച്ചുകൂടെ വഷളാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് താൽക്കാലികമായിരിക്കുന്ന പ്രശ്നപരിഹാരം കൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിന് ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രതീക്ഷിച്ച ലൈനിലുള്ളതായിരിക്കുന്ന മെസ്സേജ് ആണെന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ. കാരണം ഞാൻ ആ ലൈനിലൊരു മെസ്സേജ് എനിക്ക് തരണമെങ്കിൽ അത് 4-5 മെസ്സേജ് കഴിഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായ പ്രോബ്ലംസിനെ കുറിച്ച് ടച്ച് ചെയ്യാതെ വെറുതെ ഉപരിപ്ലവമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രയോജനമില്ല. എങ്കിലും ഗൗരവമായിട്ട് കാര്യങ്ങളെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് സഹായകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ അവസരം തന്നതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ഇത് ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പഠിച്ച് സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മെൻറ്ററിങ്ങും ഡിസൈപ്പിൾഷിപ്പും കൗൺസിലിങ്ങും ഒക്കെ ശരിയായിട്ട് ചെയ്ത് പ്രശ്നപരിഹാരം ശരിയായ നിലയിൽ തന്നെ നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.